ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, യാസിർ ബിൻ ഹംസ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ നാട്ടിലെ സൃഷ്ടി ആരാധകരായ സൃഷ്ടികളെ ഇലാഹാക്കിയ ബദരീങ്ങളെയും മൊയ്തീൻ ഷേഖിനെയും മമ്പർത്ത തങ്ങളെയൊക്കെ ഇലാഹാക്കിയ സമസ്ത കുബൂരികളെ മുസ്ലിമായി അംഗീകരിച്ച് കൊടുക്കണം. അവർ ഷിർക്ക് ചെയ്യുന്നുണ്ട്, അവർ ബഹുദൈവാരാധകരാണ് എങ്കിൽ പോലും അവരെ മുസ്ലിങ്ങളായി മുവഹിദുകളായി അംഗീകരിച്ചു കൊടുക്കണം എന്ന ഒരു വാദവുമായിട്ട് യാസിർ ബിൻ ഹംസ എന്ന് പറഞ്ഞ ഒരാൾ ഇതിൽ ഈടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാദക്കാരായ ചില ആളുകൾ ഇത്തരം യാസിർ ബിൻ ഹംസയെക്കുറിച്ചും അങ്ങനത്തെ വഴിവെച്ച ശൈത്താന്മാരെ കുറിച്ച് ഇത്തരം ഇവരുടെ ഈ വ്യാജവാദത്തിന്, ഈ കുഫറിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പല ആളുകളെയും കൊണ്ടുവരാറുണ്ട്. അതിലുള്ള ഒരാളാണ് ഈ യാസിർ ബിൻ ഹംസ. അയാൾ അഹ്ലു സുന്നയുടെ പല ഇമാമുകളുടെ കിതാബിൽ നിന്നും ഉദ്ധരണികൾ എടുത്തുകൊണ്ട് വട്ടം കറക്കി പാവപ്പെട്ട പാമരന്മാരായ ജനങ്ങളെ വട്ടം കറക്കി ഈ കുഫറിലോട്ട് തള്ളിവിട്ടതായി നമ്മൾ കണ്ടു. വലിയാതുമില്ല. അപ്പോൾ അയാൾ കൊണ്ടുവന്ന പല ഇമാമുകളുടെ ഉദ്ധരണികളുമുണ്ട്. അതിനൊന്ന് റദ്ദ് കൊടുക്കണ്ടേ എന്ന് എന്നോട് പലരും ചോദിക്കുകയുണ്ടായി. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത്തരം ഷൈത്താന്മാർക്കുള്ള റദ്ദ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്. എന്നെപ്പോലെ ഒരു അടിമ, എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയുള്ള വെറും അടിമകൾ, അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമായി നമ്മൾ കൊടുക്കേണ്ട റദ്ദ് അല്ല, അള്ളാഹു അതിന് റദ്ദ് കൊടുത്തിട്ടുണ്ട്. കുൽ ഇന്നമാ ഊഹിയ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ എന്ന് അള്ളാഹു ചോദിച്ചതാണ്. നബിയെ പറഞ്ഞു കൊടുക്കുക, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹ് മാത്രമാകുന്നു, നിങ്ങൾ മുസ്ലിങ്ങളാവുന്നില്ലേ? അപ്പോൾ ഏക ഇലാഹായി അള്ളാഹുവിനെ സ്വീകരിച്ച ഒരാളെ മുസ്ലിം എന്ന് വിളിക്കാനോ പറയാനോ ഭൂമിയുടെ മേൽ അംഗീകരിച്ചു കൊടുക്കാനേ പറ്റൂ. ഈ ഭൂമിയിൽ സൃഷ്ടികളെ ഇലാഹാക്കിയ ഒരാളെയും മുസ്ലിം എന്ന് പറയാനോ പരിഗണിക്കാനോ വിളിക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ പറ്റില്ല. ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലേ? ഇതിനല്ലേ അള്ളാഹു ഖുർആൻ ഇറക്കിയത്. ഈ മുശ്രിക്കിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയിലുള്ള ഈ ഫിർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയല്ലേ അള്ളാഹു ഖുർആൻ ഇറക്കിയത്, അമ്പിയാക്കളെ അയച്ചത്? പിന്നെന്തിനാണ്? അതുപോലും ഒരാൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അയാളെ മുസ്ലിം ആയിട്ടില്ല, അവർ പറയുന്നതും ഇസ്ലാമല്ല എന്ന് മനസ്സിലാക്കുക എന്ന് എനിക്ക് അവരോട് പറയാനുള്ളൂ. അപ്പോൾ ഇത്തരക്കാർക്കുള്ള റദ്ദ് അള്ളാഹു ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്, ഞാനോ നിങ്ങളോ റദ്ദ് കൊടുക്കേണ്ടതില്ല. ഖുർആൻ മുഴുവൻ ഇത്തരം വ്യാജവാദക്കാർക്കുള്ള ഷയാത്തീനുകൾക്കുള്ള അസ്ഹാബ് ഷയാത്തീനുകൾക്കുള്ള റദ്ദാണ്. കുഫറിൻ്റെ ആളുകൾക്ക്, ഷിർക്കിൻ്റെ ആളുകൾക്ക്, ബിദ്അത്തിൻ്റെ ആളുകൾക്കുള്ള റദ്ദാണല്ലോ. അപ്പോൾ റദ്ദ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിലോട്ട് മടങ്ങിയാൽ ആളുകൾക്ക് ഈ സംഭവം അതിന് കീഴ്പ്പെട്ടാൽ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ യാസിർ ബിൻ ഹംസ കള്ളം പറയുന്നവനാണ്, കള്ളനാണ്. അഹ്ലു സുന്നയുടെ ഇമാമുകളുടെ ഉദ്ധരണികളെടുത്ത് കോട്ടി മാറ്റുകയാണ്, അഹ്ലു സുന്നയുടെ ഇമാമുകൾ കൊടുക്കാത്ത അർത്ഥം കൊടുക്കുകയാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ഈ ക്ലിപ്പിടുന്നത്, ഈ സംസാരിക്കുന്നത്. അല്ലാതെ യാസിർ ബിൻ ഹംസക്ക് ഇത് റദ്ദ് കൊടുക്കേണ്ട കാര്യമില്ല. ഖുർആൻ വായിച്ചാൽ അത് മുഴുവൻ റദ്ദാണ്. അപ്പോൾ ഇയാളെപ്പോലുള്ള ഇങ്ങനത്തെ ഈ ബൽ അതൈനാഹും ബിൽ ഹഖ് വ ഇന്നഹും ലകാസിബൂൻ എന്നുള്ള പറഞ്ഞു, ഇന്നഹും ലകാസിബൂൻ. ഇത്തരം കുഫറിൻ്റെ ആളുകൾ, ഇത്തരം വ്യാജവാദമായിട്ട് വരുന്ന ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ബൽ അതൈനാഹും ബിൽ ഹഖ്, നാം അവർക്ക് ഹക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട്, ഇന്നഹും ലകാസിബൂൻ. പക്ഷെ അവരോ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരാണ്. അപ്പോൾ അതിൽപ്പെട്ട ഈ കള്ളം പറയുക, കള്ളം കെട്ടിച്ചമക്കുക എന്ന പരിപാടിയാണ് യാസിർ ബിൻ ഹംസ എടുത്തത്. അയാളെപ്പോലെ ഇങ്ങനെ ഈ സംസാരമായി വരുന്ന എല്ലാവരും അത് തന്നെയാണ് നോർമലി എടുക്കാറും. ഇത് യാസിർ ബിൻ ഹംസക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ അല്ല. ഇത് ഇത്തരം വ്യാജവാദമായി വരുന്ന എല്ലാവരുടെയും ക്വാളിറ്റി ഫീച്ചർ അത് തന്നെയാണ്. കള്ളം പറയുക, ഇമാമുകളുടെ പേരിൽ കോട്ടി മാറ്റുക, കുബൂരികളുടെ പരിപാടി ഇന്ന് സലഫികളാണെന്ന് പറഞ്ഞ് കുബൂരി ചാരന്മാർ സലഫികളാണെന്ന് പറഞ്ഞ് ഇവിടെ മുവഹിദുകളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട്. അതാണ് പരിപാടി. അപ്പോൾ യാസിർ ബിൻ ഹംസ എന്തായാലും ഇത്രയും പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മൊയ്തീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നവനെ മുസ്ലിമായിട്ട് അംഗീകരിച്ചു കൊടുക്കാനാണ്. യാസിർ ബിൻ ഹംസക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഫൈസൽ മൗലവി യാസിർ ഞാൻ അറിയുന്ന പ്രകാരം, എനിക്ക് ഇയാളൊന്നും ശരിക്കും അറിയില്ല, ഞാൻ ആളുകൾ പറഞ്ഞത് കേട്ട പ്രകാരം ഇയാൾ വിഷ്ടം സംഘടനയുമായി ഒത്തുപോകുന്ന ആളാണ്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ യാസിർ ബിൻ ഹംസ ഫൈസൽ മൗലവിയോടെങ്കിലും പോയി ചോദിച്ചിട്ട് സംസാരിച്ചാൽ പോരെ. ഫൈസൽ മൗലവി വരെ ഈ അടുത്ത കാലത്തായിട്ട് ഒരു സ്റ്റേജിൽ കയറി പറഞ്ഞത് കേട്ടു, എന്ത് ഷിർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? അയാൾ മുശ്രിക്കാണ്.
അയാളെ സ്വത്തെടുക്കാൻ പാടില്ല എന്നൊക്കെ മൂപ്പര് പറഞ്ഞു. അത് ശിർക്ക് ചെയ്യുന്നവനെ അദ്ദേഹം കാഫിറാക്കിയതാണ്. അപ്പോൾ യാസിർ ബിൻ ഹംസക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്തരം ക്ലിപ്പ് ഇടുന്നതിന് മുമ്പ് ഫൈസൽ മൗലവിയോടെങ്കിലും ചോദിക്കാമായിരുന്നു. ഇനിയിപ്പോൾ ഫൈസൽ മൗലവി ഇവിടെ ചോദിച്ചിട്ട് സംസാരിച്ചാണോ എന്ന് നമുക്കറിയില്ല. ഫൈസൽ മൗലവി ഈ വിഷയത്തിൽ പണ്ട് കുറേ ദൊലാലത്ത് പറഞ്ഞ ആളാണ്. അലാ കുല്ലിഹാൽ ഇപ്പോൾ യാസിർ ബിൻ ഹംസ കൊണ്ടുവന്ന കുറച്ച് തെളിവുകളുണ്ട്. അതൊക്കെ യാസിർ ബിൻ ഹംസ അതിൽ കെട്ടിച്ചമച്ചതാണ്, പരിപൂർണമായി വായിച്ചിട്ടില്ല, ഇമാമുകളുടെ പേരിൽ കള്ളം പറഞ്ഞതാണ്, ഇമാമുകൾ പറഞ്ഞതല്ല, അവരർത്ഥം വെച്ചതല്ല, അങ്ങനെയല്ല അത് സംസാരിക്കേണ്ടത് എന്നുള്ള ഇമാമുകൾ പറഞ്ഞതല്ല, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നതെല്ലാം ഞാൻ ഇവിടെ ഇൻഷാ അല്ലാഹ് അത് ജനങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. റദ്ദ് ഖുർആനിലുണ്ട്, ഇയാൾ കള്ളനാണ്, കോട്ടിമാറ്റലാണ് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇമാം അഹ്മദ് ജഹ്മിയാക്കളെ വ്യക്തിപരമായി കാഫിറാക്കിയിട്ടില്ല, ഇബ്നു തൈമിയ അത് എഴുതി വെച്ചിട്ടുണ്ട്, ആ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അതുപോലെ അതിന് കാരണമായി ഇബ്നു തൈമിയ എഴുതി വെച്ചുള്ളത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. മുൻകാല സമുദായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു നന്മയും ചെയ്യാത്തൊരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചപ്പോൾ തൻ്റെ കുടുംബത്തോട് പറഞ്ഞു, ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, ഞാൻ മരിച്ചാൽ അതുകൊണ്ട് അള്ളാഹു എന്നെ അതികഠിനമായി ശിക്ഷിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പിടികൂടി എന്നെ കത്തിച്ച് ചാരമാക്കി ആ ചാരത്തെ കടലിൽ വീശിക്കളയുക, അതല്ലെങ്കിൽ അള്ളാഹു എന്നെ പിടികൂടി കഴിഞ്ഞാൽ അള്ളാഹു ഒരാളെയും ശിക്ഷിക്കാത്ത പോലെ എന്നെ ശിക്ഷിക്കും എന്ന് ഭയപ്പെട്ട് അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അത് പറഞ്ഞു. അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ കുടുംബാംഗങ്ങൾ അയാളെ കത്തിച്ചു, ചാരമാക്കി പൊടി കടലിൽ വിതറി. അള്ളാഹു അയാളെ ഭൂമിയോട് പറഞ്ഞു അയാളെ തിരിച്ചു കൊണ്ടുവരാൻ. അയാൾ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അള്ളാഹു അയാളോട് ചോദിച്ചു, എന്തിനു നീ ഇത് ചെയ്തു? അപ്പോൾ അയാൾ അള്ളാഹുവിനോട് പറഞ്ഞു, വഖാഫത്തുക യാ റബ്ബി ഖശ്യതുക യാ റബ്ബി, റബ്ബേ നിന്നെക്കുറിച്ചുള്ള ഭയം, നീ എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം, ആ ഭയം കാരണമാണ് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു. ഫഖഫറ ലഹു, അയാൾക്ക് പുറത്തു കൊടുത്തുകൊണ്ട് അയാളെ സ്വർഗത്തിൽ കയറ്റി. അപ്പോൾ ഈ ഹദീസ് എടുത്തിട്ട് യാസിർ ബിൻ ഹംസ ഈ ഹദീസ് ഇമാം ഇബ്നു തൈമിയ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ജഹ്മിയാക്കളെ വ്യക്തിപരമായി കാഫിറാക്കിയിട്ടില്ല, മുസ്ലിമായിട്ട് തന്നെ അംഗീകരിച്ചു എന്നുള്ള കുറേ വാദങ്ങളൊക്കെയാണ് യാസിർ ബിൻ ഹംസയുടെ വാദം. ഇത് യാസിർ ബിൻ ഹംസ മാത്രമല്ല, പലരും കൊണ്ടുവരുന്നൊരു ഹദീസാണ്. തന്നെ കത്തിച്ച് കളയൂ എന്ന് പറഞ്ഞ ആൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. കാരണം തന്നെ കത്തിച്ച് കളഞ്ഞാൽ അള്ളാഹു തിരിച്ചു കൊണ്ടുവരില്ല എന്ന വിശ്വാസം കുഫറാണല്ലോ. അപ്പോൾ അയാൾ കുഫർ ചെയ്തിട്ടും അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബദരീങ്ങളെയും മൊയ്തീൻ ശൈഖിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നടക്കുന്ന, അവരെ ഇലാഹാക്കിയ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകൾക്ക് അവരെ മുശ്രിക്ക് എന്ന് പറയാൻ പറ്റില്ല, അവർ മുസ്ലിമായിട്ട് അംഗീകരിച്ചു കൊടുക്കണം. ഹദീസ് ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഇതാണ് ഹദീസ്. സത്യത്തിൽ എന്താണ് ആ ഹദീസ് എന്ന് നമുക്കൊന്ന് നോക്കാം സഹോദരങ്ങളെ. ആ ഹദീസ് പഠിച്ച ഒരാൾക്ക്, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. ആ ഹദീസ് പറഞ്ഞ ഒരാൾക്ക്, പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ കള്ളനാണ് ഈ യാസിർ ബിൻ ഹംസ. അതുപോലെ ഈ ഹദീസ് തെളിവായി കൊണ്ടുവരുന്ന മറ്റുള്ളവരെന്ന് മനസ്സിലാവും. കാരണം ആ ഹദീസ് ഈ പറഞ്ഞ ആൾക്ക്, ആ ഹദീസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ആ ഹദീസ് പല മുഹദ്ദിത്തുകൾ അവരുടെ കിതാബുകളിൽ നിന്ന് കൊടുത്തില്ല, പല രീതിയിൽ അത് റിവായത്ത് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഒക്കെ ക്രക്സ് എന്താണെന്ന് വെച്ചാൽ, അതിന് മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എന്നെ കത്തിച്ച് കളയണം എന്ന് പറഞ്ഞ ആ മനുഷ്യന്, അയാൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു. അത് യാസിർ ബിൻ ഹംസ കണ്ടിട്ടില്ലേ, ഇനി അതോ കാണാത്ത പോലെ നടിക്കുകയാണോ എന്ന് എനിക്കറിയില്ല, അള്ളാഹു ആലം. ഇനി അത് പോട്ടെ. ഒരാൾക്ക് അള്ളാഹു ആഖിറത്തിൽ, ഈ വിഷയം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ അള്ളാഹു അയാളോട് എടുക്കുന്ന ആ കാര്യമാണ്. എങ്ങനെ അള്ളാഹു അയാളെ അയാളോട് എന്ത് നടപടി അള്ളാഹു എടുത്തു എന്ന് ആഖിറത്തിലുള്ള നടപടിയാണ് ഈ ഹദീസിൽ കൊടുത്തിരിക്കുന്നത്, ദുനിയാവിലുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം, ശിർക്കിലുള്ള ആളാവരുത് എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം യാസിർ ബിൻ ഹംസ ഇവിടെ പൊളിച്ചു. മനസ്സിലായോ? രണ്ടാമത്, ഈ ഹദീസിൻ്റെ പല റിവായത്തുകളിൽ കാണാം ഇയാൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു എന്ന്. സഹീഹ് ബുഖാരിയിലെ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് കിതാബ് തൗഹീദ് എന്ന ഭാഗത്താണ്, തൗഹീദിൻ്റെ ഫദ്ല് പറയുന്ന ഭാഗങ്ങളിലാണ്. അപ്പോൾ ഓരോന്നായിട്ട് പല മുഹദ്ദിത്തുകളും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇബ്നു തൈമിയ പറഞ്ഞു നോക്കാം, ഇബ്നു ഹജർ അസ്കലാനി, അങ്ങനെ ധാരാളം ആളുകൾ, എന്താണ് ഇമാം അഹ്മദ്, ഇവരൊക്കെ എന്താണ് ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നോക്കാം. ഓരോന്നായിട്ട് നോക്കാം സഹോദരങ്ങളെ. ഇബ്നു ഹജർ അൽ അസ്കലാനി കിതാബ് ഇത്റാഫിൽ മുസന്നദിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഹദീസ്, ഇത് ഞാൻ ഇതിന് സ്ക്രീൻഷോട്ട് നൽകുന്നുണ്ട്.
ഹദീസ് അന്ന റജുലൻ ലം യഅമൽ മിനൽ ഖൈരി ഷൈഉൻ ഖത്തൻ ഇല്ല തൗഹീദ്. അതിൽ കാണാം ഈ മനുഷ്യൻ യാതൊരു നന്മയും ചെയ്തില്ല ഇല്ല തൗഹീദ് ഒഴികെ. അയാൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു. അയാൾ തൗഹീദ് ഉണ്ടായിരുന്ന ഒരാളാണ്, ഒരു മുവഹിദാണ്. ആ മനുഷ്യൻ മരിക്കാൻ നേരത്ത് അള്ളാഹു എന്നെ പിടികൂടി ശിക്ഷിക്കുമെന്നുള്ള ഭയവിഭ്രാന്തി മൂലം അറിയാതെ അങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ട് പറഞ്ഞു പോയതാണ് ഈ സംഭവം. അത് വിശദീകരിച്ച് തരാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഓരോ മുഹദ്ദിത്തുകളും ഇതിൽ തൗഹീദ് ഉള്ള ആളായിരുന്നു ആ മനുഷ്യൻ എന്നുള്ളത് പറഞ്ഞ് നമുക്ക് നോക്കാം. കാരണം ഇതാരും പറയില്ല, ഇത് യാസിർ ബിൻ ഹംസ പറയില്ല. യാസിർ ബിൻ ഹംസയും അയാളെപ്പോലുള്ള ആളുകളും ഈ തൗഹീദ് ഉണ്ടായിരുന്നു ഇയാൾക്ക് എന്ന സംഭവം പറയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇവർ കള്ളന്മാരാണ്. ഇനി നോക്കുക, സഹീഹ് മുസ്ലിമിലെ ഈ ഹദീസ് കിതാബ് തൗബ ചെയ്ത ആളുകളുടെ ഇതിലാണ് കൊടുത്തത്. തൗബ ചെയ്ത ആളുകൾ മുസ്ലിമുകളാണല്ലോ. അപ്പോൾ ഒരാൾ ഇത് മുവഹിദാണ് എന്നുള്ള ഒരു ഇതിന് തെളിവായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി സഹീഹ് ബുഖാരിയിൽ നോക്കാം. ഈ ഹദീസ് കൊടുത്തിരിക്കുന്നത് എവിടെ? കിതാബ് തൗഹീദിൻ്റെ ഫള് വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ കൊടുത്തു. കിതാബ് തൗഹീദ്, അതായത് അങ്ങനെ ഒരു ബാബുണ്ട്, ഒരു സെക്ഷൻ. സഹീഹ് ബുഖാരി വായിച്ചവർക്കറിയാം. അതിൽ പല ബാബുകളാണ്, കിതാബുൽ ഈമാൻ, കിതാബുൽ വഹ്യ്, കിതാബുൽ സ്വലാ, കിതാബുൽ സക്ക, കിതാബുൽ തൗഹീദ്. അപ്പോൾ ഈ തൗഹീദിൻ്റെ ഫള് വിവരിക്കുന്ന ഹദീസുകൾ കൊടുത്ത കൂട്ടത്തിലാണ് ഇമാം ബുഖാരി ഈ ഹദീസിനെ കൊടുത്തുള്ളത്. ഏത്? എന്നെ കത്തിച്ച് കളയൂ എന്ന് പറഞ്ഞ് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു എന്നുള്ള ഹദീസ്. കാരണം എന്താ? ആ മനുഷ്യന് തൗഹീദ് ഉണ്ടായിരുന്നു. ആ മനുഷ്യന് അങ്ങനെ അറിയാതെ നാവിൽ നിന്ന് വീണ് പോയതാണ്. അതിന് അള്ളാഹുവിന് മാത്രം പറയാവുന്ന ഒരു ഇളവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഇളവ് അദ്ദേഹത്തിന് കൊടുത്തു. അതങ്ങനെ അയാൾ പറഞ്ഞത് തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് പറഞ്ഞതായതുകൊണ്ട്, തൗഹീദുള്ള മനുഷ്യനായതുകൊണ്ട് ആ കുഫ്റിന് അള്ളാഹു കുഫ്റായി പരിഗണിക്കാതെ അബദ്ധത്തിൽ വന്നു പോയ ഒരു കാര്യമായി പരിഗണിച്ചുകൊണ്ട് അതിന് അള്ളാഹു വിട്ടുകൊടുത്തു, ഇളവ് കൊടുത്തു, അയാളെ സ്വർഗത്തിൽ കയറ്റി. കാരണം എന്താ? അയാൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു. അങ്ങനെ തൗഹീദുള്ള ആളുകൾക്ക് അറിയാണ്ട് പറ്റിപ്പോകുന്ന തെറ്റുകളോ കുഫ്രായി മാറിയേക്കാവുന്ന സംസാരങ്ങളോ പ്രവർത്തനമോ ഉണ്ടെങ്കിൽ അവർക്കറിയാതെ അബദ്ധത്തിൽ അങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അത് തൗഹീദിൻ്റെ ഫളിലാണ്. തൗഹീദിൻ്റെ ഫളിൽ വിവരിക്കുന്ന ഒരു ഹദീസ് എടുത്തിട്ട് ഒരു നിലക്കും തൗഹീദ് സ്വീകരിക്കാത്ത തൗഹീദിൻ്റെ ശത്രുക്കളായ കേരളത്തിലെ ഇരുസമസ്ത കുബൂരിയെ മുസ്ലിമാക്കാൻ ശ്രമിച്ച യാസിർ ബിൻ ഹംസ, സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിക്കണം സഹോദരങ്ങളെ. തൗഹീദിൻ്റെ ഫളിൽ വിവരിക്കുന്ന ഹദീസ് എടുത്തുകൊണ്ട് ഒരിക്കലും തൗഹീദ് സ്വീകരിക്കാത്ത, തൗഹീദല്ല ഇസ്ലാം എന്ന് പറയുന്ന, തൗഹീദ് പ്രചരിപ്പിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന തൗഹീദിൻ്റെ ശത്രുക്കളായ ഒരു ജനതയെ, കൊടിയ ശിർക്കിലുള്ള ആളുകളായ മുശ്രിക്കുകളായ ഒരു ജനതയെ മുസ്ലിമാക്കാൻ വേണ്ടി തൗഹീദിൻ്റെ ഫള് ഉപയോഗിക്കുന്ന ഹദീസ് യാസിർ ബിൻ ഹംസ ഉപയോഗിച്ചു. ജനങ്ങളെ ഒന്ന് ചിന്തിക്കൂ, കണ്ണ് തുറന്ന് ചിന്തിക്കൂ. ഞാൻ പറയട്ടെ, തൗഹീദിൻ്റെ ഫള് വിവരിക്കുന്ന ഹദീസ് എടുത്തിട്ട് തൗഹീദ് ഇല്ലാത്തവനെ മുസ്ലിമാക്കണം പോലും. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് ഇബ്ൻ അൽ-ജറസ്ഖാനിയുടെ വേറൊരു കിതാബിൽ നോക്കാം. അന്ന റജുലൻ ലം യഅമൽ മിനൽ ഖൈരി ഷൈഉൻ ഖത്തൻ ഇല്ല തൗഹീദ്. അവിടെയും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇയാൾ തൗഹീദ് അല്ലാത്തൊരു നന്മയും ചെയ്യാത്ത ഒരാൾ എന്നാ പറയുന്നത്. അപ്പോൾ തൗഹീദ് ഉണ്ടായിരുന്നു. ഇനി എല്ലാവർക്കും കയ്യിലൊരു ഫോണുള്ള എല്ലാവർക്കും അറിയാം ഈ ഹദീസിൻ്റെ മത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ടെക്സ്റ്റിൽ ഗൂഗിളിലോ എവിടെയെങ്കിലും ഇട്ട് സെർച്ച് അടിച്ച് കൊടുത്താൽ വരും. dorar.net എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. എല്ലാ ഹദീസിൻ്റെയും മത്തനുകളും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഷർഹൊക്കെ കൊടുക്കുന്നൊരു സൈറ്റാണ്. അതിൽ പല ഇമാമുകളുടെയും കിതാബിൽ നിന്നുള്ള ഷർഹാണ് കൂടുതലും കാണാറുള്ളത്. അവിടെ നോക്കിയാൽ പോലും അതിൽ കാണാം ഈ ഹദീസ് കൊടുത്തിട്ട് ആ ഹദീസിൽ എഴുതിയിട്ട് വയഹ്മിലു ഹാസൽ കലാം അന്നഹു കാന മുവഹിദൻ. ഇതിൽ കാണാം ആ ആള് തന്നെ കത്തിച്ച് കളയൂ എന്ന് പറഞ്ഞ ആള് അന്നഹു കാന മുവഹിദൻ. ചോപ്പ് വരട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇയാൾ മുവഹിദായിരുന്നു. ആര്? തന്നെ കത്തിച്ചു കളയെന്ന് പറഞ്ഞ ആള്. എത്ര സ്ഥലങ്ങളിൽ ഇത് കാണാം. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ്, ഇമാം അഹ്മദ് ഹംബൽ ഹദീസ് ഗ്രന്ഥമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം 8040 നമ്പർ ഹദീസായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കാണാം അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന റജുലുൻ മിമ്മൻ കാന ഖബ്ലകും ലം യഅമൽ ഖൈറൻ ഖത്തും ഇല്ല തൗഹീദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുൻകാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു, തൗഹീദ് അല്ലാത്തൊരു നന്മയും അയാൾ ചെയ്തില്ല. ഫലമ്മ ഹലറത്ത ഖാല ലി അഹ്ലി ഉൻദുറു. എന്നിട്ട് അദ്ദേഹത്തിന് മരണം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ പിടികൂടി കത്തിച്ച് ചാരമാക്കി നിങ്ങൾ കടലിൽ കളയുക. ആ ഹദീസ് കാണാം. അതിൽ ഇമാം അഹ്മദ് റസൂലിൽ നിന്ന് ഉദ്ധരിച്ച് കൊടുക്കുന്നുണ്ട്. റസൂൽ പറഞ്ഞായിട്ട് ഇല്ല തൗഹീദ് അല്ലാത്തൊരു നന്മയും ചെയ്യാത്ത ഒരാൾ. ഇനി നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഖീദ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കാണാം. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം
ബാബുൽ മുവഹിദു ലാ യുഖല്ലിദു ഫിന്നാർ, മുവഹിദുകൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതവാസികളായിരിക്കില്ല എന്ന ഒരു ബാബ്, ഒരു സെക്ഷൻ അദ്ദേഹം ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. മുവഹിദുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടാ. മുവഹിദുകൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതരായി കിടക്കില്ല എന്ന ഭാഗത്തിലാണ് അൽബാനി ഈ ഹദീസ് കൊടുത്തുള്ളത്, തന്നെ കത്തിച്ച് കളയുന്ന പറഞ്ഞ ഹദീസ് കൊടുത്തുള്ളത്. അവിടെ കാണാം, കാന റജുലു മിമ്മൻ കാന ഖബലകും ലം യഅമൽ ഖൈറൻ ഖത്തുൻ ഇല്ല തൗഹീദ്, തൗഹീദ് അല്ലാത്തൊരു നന്മയും ചെയ്യാത്ത ഒരാൾ നിങ്ങൾ മുൻകാലത്തുണ്ടായിരുന്നു. ഫലമ്മ ഹദറ ഖാല ലി അഹ്ലിഹി, അദ്ദേഹത്തിന് മരണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉൻദുറു, നോക്കൂ, ഇദാ അന മിത്തു, ഞാൻ മരിച്ചാൽ യുഹർരികുനി ഹത്താ യദഉ ഹമാം, നിങ്ങൾ എന്നെ കത്തിച്ചു കളയുക, എന്നിട്ട് കടലിൽ കൊണ്ട് ചാരമാക്കി വിതരുക. ഈ ഹദീസ് പിന്നെ അങ്ങനെ നീണ്ടു പോവാണ്, അത് വായിക്കേണ്ട ആവശ്യമില്ല. ഈ തൗഹീദ് അയാൾക്കുണ്ടായിരുന്നു എന്ന കാര്യം വിവരിച്ച് തരിക. കാരണം യാസിർ ബിൻ ഹംസ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വേറെ ആളുകളും നിങ്ങളോടത് പറയില്ല. കാന്തപുരത്തിനെയും ടീമിനെയും മുസ്ലിമാക്കാൻ വേണ്ടി ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യാജ സലഫികൾ ഈ തൗഹീദിൻ്റെ ഭാഗം വായിക്കൂല. ഇനി നാസിറുദ്ദീൻ അൽബാനിയോടെ തന്നെ മറ്റൊരു ഹദീസിൽ നോക്കാം. കിതാബ് സിൽസിലത്തിൽ അഹാദീസ് സ്വഹീഹ, അതിൽ കാണാം, കാന റജുലു മിമ്മൻ കാന ഖബ്ലകും ലം യഅമൽ ഖൈറൻ ഖത്തുൻ ഇല്ല തൗഹീദ്, തൗഹീദ് അല്ലാത്ത ഒരു നന്മയും ചെയ്യാത്ത ഒരാൾ എന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് മക്കത്ത് മരിച്ചു പോയ സൗദിയിലുണ്ടായിരുന്ന ഒരാൾ മുഹമ്മദ് ബിൻ അലി ബിൻ ആദം അൽ യത്യൂബി എന്ന് പറഞ്ഞൊരു മുഹദ്ദിത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനായ, ധാരാളം ആളുകൾക്ക് അറിയുന്ന ഒരു മുഹദ്ദിത്താണ്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചു പോയത്, റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, ഷറഹുകളുണ്ട്, അറിയുന്ന ആളുകൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ സഹീ മുസ്ലിമിൻ്റെ ഷർഹിൽ ഈ വിഷയം കൊടുത്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് കാണാം, വക്കീല കാന ഹാദ റജുലു മുവഹിദൻ, ഈ റജുല് തന്നെ കത്തിച്ചു കളയെന്ന് പറയുന്ന ആള് കാന മുവഹിദൻ, അയാൾ മുവഹിദായിരുന്നു. ഇനി ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൊടുത്ത് കാണാം, റജുലും ലം യഅമൽ ഖൈറുൻ ഖത്തു ഇല്ല തൗഹീദ്, തൗഹീദ് അല്ലാത്തൊരു നന്മയും ചെയ്യാത്ത ഒരാളെന്ന് ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൊടുത്ത് കാണാം. ഇനി നമുക്ക് ഇബ്നു തൈമിയയിലോട്ട് വരാം. യാസിർ ബിൻ ഹംസ ഇബ്നു തൈമിയയാണല്ലോ ഉദ്ധരിച്ചത്. കിതാബ് മജ്മൂഉൽ ഫതാവ 231/3 അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇദാ അന മിത്തു ഫഹരികൂനി സുമ്മ അസ്തഹികൂനി സുമ്മ ദറൂനി ഫിൽ യം ഫവല്ലാഹി ലഇൻ ഖദറല്ലാഹു അലയ്യ ലയുഅസ്സബനി അസാബൻ മാ അസബ അഹദൻ മിനൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ താഴോട്ട് നോക്കുക, ഫഹാദാ റജുലുൻ, ഈ മനുഷ്യൻ ഷക്ക ഫീ ഖുദ്റത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ സംശയിച്ചു, വഫീ ആദത്തിഹി ഇദാ ദുരി, അയാളെ കത്തിച്ച് കളഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്ന വിഷയത്തിലൊക്കെ അത് സംശയം വെച്ചു എന്നാണ്. കാരണം സംശയം കുഫ്റാണല്ലോ. ബലൈതഖദ അന്നഹു ലാ യുഹാദ്, അയാൾ വിശ്വസിച്ചു എന്തു, ലാ യുഹാദ്, അള്ളാഹു അവനെ തിരിച്ചു കൊണ്ടുവരില്ല എന്ന്, തിരിച്ചു കൊണ്ടുവരപ്പെടില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. വഹാദ കുഫ്റുൻ ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങൾക്ക് യോജിപ്പുള്ള കാര്യമാണ്. എന്ത്, ഇത് കുഫ്റാണ്, ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അത് കുഫ്റാണ് എന്നുള്ളത്. ലാക്കിൻ, പക്ഷേ, കാന ജാഹിലൻ ലാ യഅലമു സാലിക, അയാൾ അതിനെക്കുറിച്ച് അറിയാത്ത, ഒരു അറിവ് കിട്ടാത്ത ഒരാളായിരുന്നു, അതല്ലെങ്കിൽ ജാഹിലായിരുന്നു, അറിയാത്ത ഒരാളായിരുന്നു. വകാന മുഅ്മിനൻ ബില്ലാഹ്, അയാൾ മുഅ്മിനായിരുന്നു, അള്ളാഹുൽ വിശ്വസിച്ച മുഅ്മിനായിരുന്നു. മുഅ്മിനായെന്ന് പറഞ്ഞാൽ തൗഹീദ് ഉള്ളവനെ മുഅ്മിൻ എന്ന് പറയുള്ളൂ. യഖാഫുല്ലാഹ്, അള്ളാഹുവിനെ ഭയമായിരുന്നു. ഇമാമുകൾ, അഹ്ലുസുന്നയുടെ ഇമാമുകൾ, ഇബ്നു തൈമിയോ ഇബ്നു അഹമ്മദോ ഇബ്നു അബ്ദുൽ വഹാബോ ഇമാം അഹമ്മദോ അങ്ങനെ ആരെങ്കിലും മുഅ്മിൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ യാസിർ ബിൻ ഹംസയും മറ്റുള്ളവരും കേൾക്കുക. അഹ്ലുസുന്നയുടെ ഇമാമുകൾ അവരുടെ കിതാബിൽ മുഅ്മിൻ എന്ന് എഴുതി വെച്ചാൽ അയാൾക്ക് തൗഹീദ് ഉണ്ട്, മനസ്സിലായാ? തൗഹീദുള്ള ആളുകളെ അഹ്ലുസുന്നയുടെ ഇമാമുകൾ മുഅ്മിൻ എന്ന് വിളിക്കുള്ളൂ. മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളെപ്പോലെ കുറച്ച് ആളുകളാണ് തൗഹീദ് ഇല്ലാത്തവനെ മുഅ്മിൻ മുസ്ലിം എന്നൊക്കെ വിളിച്ചു കിടക്കുന്ന ആളുകൾ. കാരണം നിങ്ങൾക്ക് ദീനിൻ്റെ അസ്ലറിയില്ല, അള്ളാഹുവിൻ്റെ മതം എന്താണെന്ന് അറിയില്ല, പടു ജാഹിലുകളാണ് നിങ്ങൾ. മാറണം. അപ്പോൾ വകാന മുഅ്മിനും ബില്ലാ, അയാൾ അള്ളാഹുൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായിരുന്നു എന്ന് വെച്ചാൽ തൗഹീദുള്ള ഒരാളായിരുന്നു എന്നർത്ഥം. അയ്യുഹാക്കബഹു ഫഖഫറലു, അയാൾ ഭയപ്പെട്ടു, അള്ളാഹു അയാളെ ശിക്ഷിക്കും എന്ന്, അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഇനി ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതായിൽ 409 പേജിൽ വീണ്ടും ഈ വിഷയം, 11 വോള്യം 409 പേജിൽ ഈ വിഷയം വീണ്ടും പറയുന്നുണ്ട്. അത് അള്ളാഹു അയാളോട് ചോദിക്കുന്നത്, മാ ഹമലക അലല്ലസി ഫഅൽത്, നീ എന്തിനാണ് ഈ കാര്യം ചെയ്തത്? ഫഖാല മാ ഹമലനി ഇല്ലാ മുഖാഫതുക, നിന്നോടുള്ള ഭയമല്ലാതെ ഒന്നുമല്ല അള്ളാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് താഴെ കൊടുക്കുന്നതാണ്, കാന മഅ ഈമാനി ബില്ലാഹി വ ഈമാനി ബി അംരി വ ഖശിയതി മിൻഹു ജാഹിലൻ ബിസാലിക ളാലൻ ഫി ഹാദ ളന്നി മുഖ്തിഅൻ, അയാളായിരുന്നു അങ്ങനെ, കാന മഅ ഈമാനി ബില്ലാ, അള്ളാഹുൽ വിശ്വസിക്കുന്ന മുഅ്മിനായിരുന്നു, വ ഈമാനിഹി ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പനകളിലുള്ള വിശ്വാസം ഉണ്ടായിരുന്ന മുഅ്മിനായിരുന്നു, വ ഖശിയതിഹി മിൻഹു ജാഹിലൻ, അള്ളാഹുവിനോടുള്ള ഭയമുണ്ടായിരുന്നു, ജാഹിലൻ ബിസാലിക ളാലൻ ഫി ഹാദ ളന്നി മുഖ്തിഅൻ, ഈ തെറ്റായ
ഒരു അബദ്ധവശാൽ മൊഹ്തി എന്ന് പറഞ്ഞതാണ് അബദ്ധവശാത്താൽ വന്നുപോയ ഒരു ചീത്ത ചിന്ത അള്ളാഹു തന്നെ കത്തിച്ചു കളഞ്ഞാൽ അള്ളാഹു തന്നെ തിരിച്ചു കൊണ്ടുവരില്ല എന്ന രീതിയിലുള്ള ചീത്തയായ അബദ്ധവശാൽ വന്നുപോയ ഒരു ചിന്ത, അതിൽ നിന്ന് വന്നതാണ് ആ സംസാരം. അതുകൊണ്ട് ഫഖഫറ അല്ലാഹു ലഹു സാലിക, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു. ചുവപ്പ് വരട്ട ഭാഗങ്ങൾ വായിച്ചാൽ മതി. والحديث صحيح أن الرجل طمع أن لا يعذب إذا فعل ذلك وأن هذا أن يكون شاكا في معاذ وذلك كفر إذا قامت حجة النبوة على منكر حكم بكفره. എന്നിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് താഴെ ചുവപ്പ് വരട്ട് കാണുക. ഇദാ ഖാമത് ഹുജ്ജത്തുൻ നബുവ അലാ മുൻകരിഹി ഹുകിമ ബികുഫ്രി. അങ്ങനെയുള്ള ഒരാൾ, ഇയാളെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെ ഒരാളെ മേൽ നുബൂവത്തിൻ്റെ ന്യായം സ്ഥിരപ്പെട്ടാൽ, നുബൂവത്തിന് അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അറിവ് അയാൾക്ക് കിട്ടിയിട്ട്, നുബൂവത്തിൻ്റെ അറിവ് അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലാ മുൻകരിഹി ഹുകിമ ബികുഫ്രി, അങ്ങനെ എന്നിട്ടും അയാൾ അതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഹുകിമ ബികുഫ്രി, പിന്നെ അയാളെ കുഫ്ർ കൊണ്ട് വിധിക്കപ്പെടും. പക്ഷേ ആ ഹുജ്ജത്തിൻ്റെ നുബുവത്ത് അയാൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അയാളെ കുഫ്ർ കൊണ്ട് വിധിച്ചിട്ടില്ല എന്നർത്ഥം. ഇപ്പം ഞാനല്ല സഹോദരങ്ങളെ പറയുന്നത്, ഇബ്നു തൈമിയാണ് ഈ പറഞ്ഞത്. ഇനി അർത്ഥം വെച്ചിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ മതി, എഴുതിയതാണ് വായിക്കുന്നത്. അപ്പോൾ ഇവരൊന്നും പറയുന്ന പോലെയല്ല. ഈ മനുഷ്യന് തൗഹീദ് ഉണ്ടായിരുന്ന അയാൾ ശിർക്ക് ചെയ്തൊരു മനുഷ്യനല്ല. തൗഹീദുള്ള ഒരാൾക്ക് അറിയാതെ അബദ്ധവശാൽ അറിവ് കിട്ടാതെയോ എങ്ങനെയെങ്കിലും കഠിനമായ സന്തോഷം മൂലമോ കഠിനമായ ഭയം മൂലമോ എന്തൊക്കെയും ഒരു വിഭ്രാന്തി മൂലമൊക്കെ പറഞ്ഞു പോയ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അള്ളാഹു അതിന് പിടികൂടില്ല എന്ന ഒരു ഫضല് ഇതിലുണ്ട് തൗഹീദുള്ള ആളുകൾക്ക്. അതെടുത്തിട്ട് തൗഹീദിൻ്റെ ശത്രുക്കളെ മുസ്ലിമാക്കാൻ പറ്റുമോ സഹോദരങ്ങൾ? നിങ്ങൾ പറ. ഇനി വീണ്ടും ഇബ്നു തൈമിയുടെ കിതാബ് ഇസ്തിഗാസ ഫി റദ്ദ് അലൽ ബക്രി എന്ന കിതാബിലോട്ട് വരാം. ഇതിൽ നിന്നും യാസിർ ബിൻ ഹംസ ഉദ്ധരിച്ചിട്ടുണ്ട് കുബൂരിയെ മുസ്ലിമാക്കാൻ വേണ്ടി ഇബ്നു തൈമിയ പറഞ്ഞത് ഉദ്ധരിച്ചുകൊണ്ട്. എന്താണ് അവിടെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം. കസാലിക്ക, ഇതിൽ അയാൾ പറഞ്ഞതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വായിക്കാം. കസാലിക്ക തക്ഫീർ ഹക്കുല്ലാ ഫലാ യുകഫർ ഇല്ലാ മൻ കഫറഹുല്ലാഹു റസൂൽ. ഇബ്നു തൈമിയ കിതാബിൽ പറഞ്ഞാണ്, തക്ഫീർ ഒരാളെ കാഫിറാക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. അപ്പോൾ അള്ളാഹും റസൂലും കാഫിറാക്കിയവരെ നമുക്ക് കാഫിറാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അള്ളാഹു റസൂലും ഇന്ന വിഷയം കുഫ്റാണ്, ഇന്ന ആൾ കാഫിറാണ് എന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വഹീഹ് ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മളും ആക്കിയേ പറ്റൂ എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ അവകാശമാണ്. അപ്പോൾ അള്ളാഹു റസൂലും കാഫിറാണ് എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ കാഫിറാക്കിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അവകാശം ലംഘിക്കലാണത്. ഒരാളെ മുഅ്മിനായി പരിഗണിക്കുക, ഒരാളെ മുശ്രിക്കും കാഫിറുമായി പരിഗണിക്കുക, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അവകാശത്തിൽപ്പെട്ടാണ്. അള്ളാഹു അങ്ങനെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞ ഒരാളെ മുശ്രിക്കായി തന്നെ കണ്ടേ പറ്റൂ. അത് അള്ളാഹുവിൻ്റെ അവകാശമാണ് ഭൂമിയിൽ. അത് വക വെച്ച് കൊടുക്കാത്തവന് കുഫറിലാണ്, അവൻ മുസ്ലിമല്ല. അള്ളാഹുവിൻ്റെ അവകാശം അള്ളാഹുവിന് കൊടുക്കാത്തവൻ എങ്ങനെ മുസ്ലിമാവുക? فكذلك تكفير حق الله فلا يكفر إلا من كفره الله ورسوله وإذن وإن تكفير الشخص المعين وجواز قتله موقوف على أن تبلغ الحجة النبوية التي يكفر من خالفها. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇബ്നു തൈമിയ ഈ പറഞ്ഞ വിഷയം ഇനി യാസിർ ബിൻ ഹംസ ഈ കുബൂരിയെ മുസ്ലിമാക്കാൻ വേണ്ടി ഇബ്നു തൈമിയുടെ പേരിൽ ഈ കിതാബ് ഇസ്തിഗാസ റദ്ദ് അൽ ബക്രി എന്ന കിതാബിന് ഉദ്ധരിച്ച ഭാഗം, ഇബ്നു തൈമിയ സത്യത്തിൽ അതൊരു മുഅ്മിനും മുസ്ലിമുമായ ഒരാളെ പിന്നെ മുർത്തദ്ദുകളായി തക്ഫീർ ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അത് മുവഹിദുകളായി അറിയപ്പെട്ട ആളുകളെ പിന്നെ ന്യായം സ്ഥാപിച്ച് തക്ഫീർ ചെയ്ത് ശിക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാമിൽ. അതിനെക്കുറിച്ച് ഇബ്നു തൈമിയ പറഞ്ഞതാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇത് വായിക്കുന്നത്. ഫഇന്ന തക്ഫീറ ശഖ്സുൽ മുഅയ്യൻ വജവാസു ഖത്ലിഹി മൗഖൂഫുൻ അലാ അൻ തബ്ലഗൽ ഹുജ്ജത നബവിയ്യത അല്ലതി യക്ഫുറു മൻ ഖാലഫഹ. എന്ന് വെച്ചാൽ തക്ഫീർ അള്ളാഹുവിൻ്റെ അവകാശമാണ്. അള്ളാഹും റസൂലും തക്ഫീർ ചെയ്തവരല്ലാതെ കാഫിറാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അതുപോലെ ഒരു വ്യക്തിയെ തക്ഫീർ ഷഖ്സുൽ മുഅയ്യൻ, ഒരു മുസ്ലിമായ വ്യക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചുകൊണ്ട് തെളിയിച്ചു തരാം. ഒരു മുസ്ലിമും മുഅ്മിനും മുവഹിദുമായി അറിയപ്പെട്ട ഒരാളെ പിന്നെ തക്ഫീർ ചെയ്ത് വധിക്കുന്നതിൻ്റെ വിഷയമാണ് ഇബ്നു തൈമിയ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെടുത്തിട്ടാണ് യാസിർ ബിൻ ഹംസ ജനങ്ങളെ കറക്കിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാണ്. അല്ലാതെ കുബൂരിയുടെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്. കുബൂരിയെപ്പോലെ സ്ഥിരമായി ഷിർക്കിലുള്ള ആളുകളെക്കുറിച്ച് ഇബ്നു തൈമിയ പറഞ്ഞ ഭാഗമല്ല ഇത്. പക്ഷേ സ്വഹാബാക്കളെപ്പോലെ നല്ല മുഅ്മിനീങ്ങളെപ്പോലെ നടന്നിരുന്ന ആളുകളെ പിന്നെ അവരിൽ വന്ന ഒരു കുഫ്ർ കാരണമായിട്ട്, അതും ഷിർക്കിൻ്റെ കുഫ്ർ പോലുമല്ല, ബിദ്അത്തിൻ്റെ പല കുഫ്റുകളുണ്ട്, അതിൽപ്പെട്ട ഒരു കുഫ്ർ വന്നത് കാരണമായിട്ട് അവരെ വ്യക്തിപരമായി കാഫിറാക്കി പിന്നെ അവരെ വധിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യമാണ്
ഇബ്നു തൈമിയ ഈ കിതാബിൽ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരികയാണ്. അതെടുത്തിട്ടാണ് ഈ യാസിർ ബിൻ ഹംസ എന്നും ഷിർക്കിൽ നടക്കുന്ന ആളുകളെ മുസ്ലിം ആക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി മാത്രം വായിക്കണം. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബിസ്മില്ലാ. അപ്പോൾ അവിടെ കാണാം, ഫൈന തഖ്ഫീറ ഷഖ്സൽ മുഅയ്യൻ, വ്യക്തിപരമായി ഒരാളെ കാഫിറാക്കുക എന്നുള്ളത്, വജവാസ് ഖത്ലിഹി, അതുപോലെ അയാളെ വധിക്കുക എന്നുള്ളതും, മൗഖൂഫുൻ അല അൻ തബ്ലുൽ ഹുജ്ജത്ത് നബവിയ, അത് ഹുജ്ജത്ത് നബവിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന നുബുവത്തിൻ്റെ സന്ദേശം, ആ സന്ദേശത്തിൻ്റെ ന്യായം സ്ഥാപിക്കപ്പെട്ടതിന് മേലായിരിക്കും. അതായത് ഈ വന്ന ആൾക്ക് റസൂൽ കൊണ്ടുവന്ന സന്ദേശം കിട്ടിയിട്ടുണ്ടായിരിക്കണം. അല്ലത്തി യക്ഫുറു മൻ ഖാലഫഹ, എന്ത് കാര്യത്തിനാണോ അയാൾ എതിര് നിന്നുകൊണ്ട് കുഫറിലായത് ആ കാര്യത്തെക്കുറിച്ച് റസൂൽ കൊണ്ടുവന്ന നുബൂവത്തിൻ്റെ സന്ദേശം ഇയാൾക്ക് കിട്ടിയിരിക്കണം. ഇല്ല ഫലൈസ കുല്ലു മൻ ജാല ശൈഅൻ മിനല്ലദീന യുക്ഫർ, അതങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിന് എതിരുന്ന ഒരാളും കാഫിറായി പോകും. അപ്പം അങ്ങനെയല്ല, എതിര് നിന്നോ അയാൾക്ക് ആ എതിര് നിന്ന വിഷയത്തിൽ, ഒരു മുസ്ലിമിൻ്റെ മുവഹിദിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ത് കാര്യത്തിനാണോ എതിര് നിന്നത് ആ കാര്യം ഒരു കുഫറാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് റസൂൽ കൊണ്ടുവന്ന നുബുവത്തിൻ്റെ സന്ദേശം ഇയാൾക്ക് അറിവ് കിട്ടിയിരിക്കണം. വലിഹാജ, ഇനി ശ്രദ്ധിക്കുക, ഇത് മുസ്ലിമീങ്ങളെ പിന്നെ വന്ന ഷിർക്കൊന്നും അല്ലാത്തൊരു കുഫർ കാരണമാണ് എന്നുള്ളത് ഇബ്നു തൈമിയ്യ പറയുന്നത് അതിൻ്റെ അടിയിൽ കാണാം. വലിഹാജ ലിമസ്തഹല്ല ത്വായിഫത്തുൻ മിന സ്വഹാബ വത്താബീൻ കഖുദാമത്തുൽ മഅ്മൂൻ, അതുകൊണ്ടാണ് സ്വഹാബാക്കളും അതുപോലെ താബീങ്ങളിലും പെട്ട ചില ആളുകൾ, ഖുദാമത്തു ബിനു മസ്ഊനെ പോലുള്ള ചില ആളുകൾ, ലിമസ്തഹല്ല വസ്ഹാബി, അവരാളുകൾ, ഷറബൽ ഖംർ, അവർ കള്ളു കുടിച്ചു, വളന്നു അന്നഹു തബഅ ലിമൻ അമല സ്വാലിഹൻ അലാ മാ ഫഹമു മിൻ ആയാത്തിൽ മായിദ, അവർ സൂറത്തുൽ മായിദയിലെ ഒരു ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് സ്വഹാബാക്കളിലും താബീങ്ങളിലും പെട്ട ചില ആളുകൾ സൂറത്തുൽ മായിദയിലെ ചില ഒരു ആയത്തിനെ ഇതാമത്തക്കവും എന്ന് പറയുന്ന ആയത്തിൻ്റെ, അതായത് ചില സന്ദർഭങ്ങളിൽ ആ ആയത്ത് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ട് ചില സന്ദർഭങ്ങളിൽ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് കള്ള് കുടിക്കുന്നത് ഹലാലാക്കി തന്നിട്ടുണ്ട് എന്നൊരു വാദം, ഒരു ശുഭത്ത് വന്നവർക്ക്. ഇത്തഫഖൽ ഉലമ സ്വഹാബക ഉമർ അലി വഹരിമ അല അന്നഹും ഇസ്തതാബൂൻ, ഇത് മറ്റുള്ളവർ അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് ഒക്കെ അറിഞ്ഞപ്പോൾ അവരോട് തൗബ ചെയ്ത് മടങ്ങാൻ പറഞ്ഞു. കാരണം ഇത് ദീനിലുള്ളതല്ല. ഫൈൻ അസറു അലൽ ഇസ്തിഹ്ലാൽ കഫറു, ഇനി അവർ മടങ്ങാതെ ആ കള്ളിനെ ആ സന്ദർഭത്തിൽ ഹലാലാക്കിയതിൽ അവർ നിലനിന്നിരുന്നു എങ്കിൽ ഫൈൻ അസറു, അവരതിൽ നിലനിന്നിരുന്നു എങ്കിൽ അലൽ ഇസ്തിഹ്ലാൽ, അതിനെ ഹലാലാക്കിയതിൽ കഫറു, അവർ കുഫർ ചെയ്തവരായി മാറും. വൈൻ അഖറു ബിഹി, അതിനെ അപ്പോൾ മനസ്സിലാക്കുന്നത് സ്വഹാബാക്കളിൽ താബീങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് പോലും അങ്ങനെ ശുബ്ഹത്ത് വന്നു. അപ്പോൾ അത് മറ്റുള്ളവർ അറിഞ്ഞപ്പോൾ അവരോട് തൗബ ചെയ്യാൻ പറഞ്ഞു. അവർ തൗബ ചെയ്തു, അതോടുകൂടി മാറി. അവർ തൗബ ചെയ്യാതെ അവർ അതിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അവർ കാഫിറുകളായി മാറുമായിരുന്നു എന്നാണ്. ഫലം യുകഫിറും ബിൽ ഇസ്തിഹ്ലാലി ബിത്തതാലി അജ്ലി ശുബ്ഹത അല്ലതി അറദത് ലഹും, അപ്പോൾ അവർക്ക് ശുബ്ഹത്ത് ഉണ്ടായ കാരണം മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, മുവഹിദുകളാണ്, സ്വഹാബാക്കളാണ്, താബീങ്ങളാണ്, അവർക്കൊരു ശുബ്ഹത്ത് വന്നതാണ്. അങ്ങനെ ശുബ്ഹത്ത് വന്നുകൊണ്ട് ഇസ്തിഹ്ലാൽ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ശുബ്ഹത്ത് മാറ്റി കൊടുത്തു, അവരോട് തൗബ ചെയ്യാൻ പറഞ്ഞു. അവർ തൗബ ചെയ്തു, അവർക്കൊരു ശുബ്ഹത്ത് വന്നതുകൊണ്ട് ഉണ്ടായ സംഭവമാണ്. ഹക്ക്, അവർക്ക് ആ ഹക്ക് വിവരിച്ചു കൊടുക്കുന്നവരെ ആ ശുബ്ഹത്ത് ഉണ്ടായിരുന്നു. ഹക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ ആ ശുബ്ഹത്ത് മാറി. ഫൈൻ അസറു അലൽ ജുഹൂദ് കഫറു, ഇനി അവരെങ്ങാനും ഇതെല്ലാം കിട്ടിയതിന് ശേഷവും ഈ അറിവ് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരതിൽ നിഷേധാത്മകമായി നിലനിൽക്കുകയാണെങ്കിൽ കഫറു, അവർ കുഫറിലായി കാഫിറുകളായി മാറുമായിരുന്നു. ഇത് ആരെക്കുറിച്ചാണ് പറയുന്ന സഹോദരങ്ങളെ? സ്വഹാബാക്കളെക്കുറിച്ചും അതുപോലെ താബീങ്ങളെക്കുറിച്ചും. സ്വഹാബാക്കളിൽ എല്ലാവരും ഇല്ല, കുറച്ച് ആളുകൾ. ഞാൻ എഴുതിയല്ല, ഇബ്നു തൈമിയ്യ എഴുതിയാണ്. അതിന് സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബ് മജ്മൂഉൽ ഫത്വയിൽ നിന്നാണ് ഈ വായിക്കുന്നത്. വലിഹാദ, അതിൻ്റെ താഴോട്ട് നോക്കാം, മനസ്സിലാക്കണം. ഇത് കുബൂരികളെപ്പോലുള്ള ഒരാളെ മുസ്ലിമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി യാസിർ ബിൻ ഹംസ വായിച്ച ആ ഭാഗത്തോട്ട് വരികയാണ്. കാരണം ഇതൊക്കെ ആ ഭാഗത്തുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്കൊരു ഐഡിയ കിട്ടണമല്ലോ, ഇബ്നു തൈമിയ്യ ആരെക്കുറിച്ച് പറഞ്ഞതാണ്, എന്തിനെക്കുറിച്ച് പറഞ്ഞതാണെന്നുള്ളൊരു ഐഡിയ കിട്ടണമല്ലോ. ഒരു മുസ്ലിമും മുഅ്മിനും മുവഹിദുമായ ഒരാളെ പിന്നെ അയാളിൽ വരുന്നൊരു കുഫർ കാരണമായിട്ട്, ശുബ്ഹത്ത് മൂലമോ മറ്റൊക്കെ വരുന്നൊരു കുഫർ കാരണമായിട്ട് ഒരാൾ അങ്ങനെ ഒരു കുഫർ അയാളെ വായിന്ന് വരികയാണെങ്കിൽ അയാളെ ശിക്ഷിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്നെയും നിങ്ങളെപ്പോലുള്ള ആളുകൾ പിന്നെ എന്തെങ്കിലും ശുബ്ഹത്ത് മൂലം എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരെ പിടികൂടി ന്യായം സ്ഥാപിച്ച് ശിക്ഷിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്.
ഇനി യാസിർ ബിൻ ഹംസ വായിച്ച ഭാഗമാണിത്. വലിഹാസ കാന തഖൂലു ലിജഹ്മിയ മിനൽ ഹുലൂലിയത്തി വന്നുഫാത്തി അല്ലദീന നഫു അന്ന യകൂന അല്ലാഹു തആല ഫൗകൽ അർശ്. അതുകൊണ്ട് ഞാൻ അഖൂലു ജഹ്മിയാക്കളോടും ഹുലൂലിയാക്കളോടും പറഞ്ഞു, അള്ളാഹു അർശിൻ്റെ മേലെയാണ് എന്ന കാര്യത്തെ നിഷേധിച്ച അതല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത ചില ആളുകളുണ്ടായിരുന്നു ജഹ്മിയാക്കളിൽ പല വാദങ്ങളുണ്ട്. അവരിൽപ്പെട്ടൊരു വാദമാണിത്. ഫൗകൽ അർശ് ലിമാ വഖത മിഹ്നതഹും, അവരുടെ ഈ പരീക്ഷണം വന്ന സന്ദർഭത്തിൽ അന്നലോ വഫക്തും കുൻതു കാഫിറൻ, ഞാൻ നിങ്ങളുടെ ഈ വിഷയത്തിൽ ഒക്കുകയാണെങ്കിൽ യോജിക്കുകയാണെങ്കിൽ ഞാൻ കാഫിറായി മാറും. പക്ഷേ എന്നാലോ ലി അന്നി അലമ അന്ന കൗലക്കും കുഫ്ർ, കാരണം എനിക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് കുഫ്റാണ്. വാൻതും ഇന്ത്യയിലാത്തു തക്ഫുറൂൻ ലി അന്നകും ജുഹാൽ, പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് കാഫിറുകളായിട്ടില്ല, നിങ്ങൾ കുഫറിലായിട്ടില്ല. കാരണം നിങ്ങൾ ലി അന്നകും ജുഹാൽ, നിങ്ങൾ ഈ വിഷയത്തിൽ അറിവില്ലാത്തവരാണ്, ഇതിനെക്കുറിച്ച് അറിയാത്തവരാണ്. വക്കാന ഹാസ ഖിത്താബ് അലി ഉലമായി വഖുദാത്തി വശുയൂഹി വമറായും, ഇത് എൻ്റെ സംസാരമായിരുന്ന ആരോട്? അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഈ ജഹ്മിയാക്കളെ പോലെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളോട്, അവിടെ അറിയപ്പെട്ട ആലിമീങ്ങളും അവിടെ ഖാദിമാരും ഷെയ്ഖുമാരോടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ യാസറൊക്കെ പറഞ്ഞു, ഇത് തെളിവാണ് എന്തിന്, കുബൂരുകളിലെ ആലിമീങ്ങളായ ആളുകൾക്ക് പോലും ജഹലുണ്ടാവും എന്ന വിഷയത്തിൽ ഇത് തെളിവാന്നൊക്കെ പറയുന്നത്. സഹോദര, ഇത് കുബൂരുകളെ കുറിച്ച് പറഞ്ഞതല്ല, ഇത് ഷിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളെ കുറിച്ചല്ല ഇവര് തന്നെ പറഞ്ഞത്. നേരത്തെ പറയും, ഇത് മുഅ്മിനും മുസ്ലിമും മുവഹിദുമായി അറിയപ്പെട്ട ഒരാളിൽ നിന്ന് പിന്നെ ശുബ്ഹത്ത് മൂലം ഉണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മേലെ സ്വഹാബാക്കളെയും താബീങ്ങളുടെയും കഥയൊക്കെ വായിച്ചത്. അങ്ങനെ ഒരാളെ മുർത്തദായി ശിക്ഷിച്ച് വധശിക്ഷയ്ക്ക് വിധേയിക്കുന്ന കാര്യമാണ് എഴുതിയിട്ട്. അതാണ് ജവാസു ഖത്ലിഹി എന്നൊക്കെ ആദ്യം എഴുതിയിട്ട് വായിച്ചത്. മൊത്തം വായിക്കണം. നിങ്ങൾക്ക് ജനങ്ങളെ പൊട്ടനാക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും 4 വരി വായിച്ചാൽ പോരാ. വിഷയം മുഴുവൻ എന്താണ് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല, യാസർ അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പല ആളുകളുണ്ട്. ഇപ്പോൾ കുബൂരികളില്ലാത്ത അവർ മടവൂരികളിൽ തന്നെ പല ആളുകൾക്കും പല ബിദഅത്ത് വാദങ്ങളും ആളുകൾ, അതിൽ പല വാദങ്ങളും കുഫ്റായിരിക്കും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഇതൊരു കറക്റ്റ് ഇസ്ലാമിക രാഷ്ട്രമാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം ഈ വാദങ്ങൾ ഉന്നയിച്ച മടവൂരികളെ അവരെ പിടികൂടിയിട്ട് അവരോട് മാറാൻ പറയും. അവർക്ക് ശുഭത്ത് ഉണ്ടെങ്കിൽ ആ ശുഭത്ത് മാറ്റി കൊടുത്തിട്ട് അവരോട് മാറാൻ പറയും. തീരെ മാറിയില്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, ശരിയായ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, ഇസ്ലാമിക കോടതി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളെ വധശിക്ഷ വിധാനാക്കും. നമുക്കറിയില്ല ഇവിടെ മടവൂരികളും ജമാഅത്തുകാരും മറ്റുള്ളവരൊക്കെ എന്തെല്ലാം KNMമാർക്കൊക്കെ എന്തെല്ലാം പല വാദങ്ങളുണ്ട് കുഫ്രായി മാറിയേക്കാവുന്ന. അതിൽ പലതും ഇവർക്ക് ഈ പൊട്ടന്മാർക്ക് അറിവില്ലാത്തത് കൊണ്ടോ ജഹലില്ലാത്തത് കൊണ്ടോ അള്ളാഹുവിൻ്റെ മുന്നിൽ കുഫ്റായി മാറിയിട്ടുണ്ടാവില്ല. എന്നാൽ ചിലത് കുഫ്റായി മാറിയിട്ടുണ്ടാവും. ചിലത് നമുക്ക് കുഫ്ർ അവരുടെ പേരിൽ ആരോപിക്കാൻ സമയമായിട്ടുണ്ടാവില്ല, ചിലത് ആരോപിക്കാൻ സമയമായിട്ടുണ്ടാവും. ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്, ശരിയായ രീതിയിൽ നടക്കുന്ന രാഷ്ട്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുഫ്ർ പറയുന്ന ആളുകളെ കോടതിയിൽ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ മുമ്പിൽ കൊണ്ടുവന്നിട്ടോ, മുവഹിദുകളായി അറിയപ്പെട്ട ആളുകളാട്ടോ, ഇവരൊക്കെ മുവഹിദുകളാണ്, ഷിർക്കിൻ്റെ ആളുകളല്ല, മനസ്സിലാക്കണം. മുസ്ലിമും മുവഹിദുമായി അറിയപ്പെട്ട ആളുകളെ കാര്യമാണ് പറയുന്നത്. പണ്ഡിതന്മാരുടെ മുമ്പിലോ കോടതിയിലോ കൊടുത്തിട്ട് അവരോട് തൗബ ചെയ്യാൻ പറയും. തൗബ ചെയ്ത അൽഹംദുലില്ലാഹ്, തൗബ ചെയ്തതിന് ഖലാസ്, വധശിക്ഷ. അതാണ് യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രത്തിലെ നിലപാട്. അതാണ് ഇവിടെ ഇബ്നു തൈമിയ സംസാരിച്ചിട്ടുള്ളത്. അതല്ല കുബൂരിയെ കാന്തപുരത്തിൻ്റെ ടീമിനെ മുസ്ലിമാക്കാൻ വേണ്ടി എഴുതിയതല്ല അദ്ദേഹം. ഇതൊന്നും ജനങ്ങൾ മനസ്സിലാക്കണം. കള്ളമാണ് യാസിർ ഇബ്നു ഹംസ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു തൈമിയ ഷിർക്ക് ചെയ്യുന്ന സ്ഥിരമായി ഷിർക്കിലുള്ള ആളുകളെ കുറിച്ചല്ല ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഗത്തും മുശ്രിക്കുകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, മുസ്ലിംകൾ എന്നവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ മടവൂരുകളിലും ജമാഅത്തുകളിലൊക്കെ ധാരാളം പ്രഭാഷകരും പ്രാസംഗികരുമായൊക്കെ നടക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ വലിയ ആലിമീങ്ങളും ഉലമാക്കളും ഷുയൂകളും ഷെയ്ഖുമാരൊക്കെ പോയി അറിയപ്പെടുന്നുണ്ടാവും. പക്ഷേ എന്നാലും അവർക്ക് പല കാര്യങ്ങളും ജഹലുണ്ടാവും. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും അറിവുണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആലിമീങ്ങളല്ലേ, അതുകൊണ്ട് ജഹലുണ്ടാവില്ല എന്നൊന്നുമില്ല. ആലിമീങ്ങൾക്കും ജഹലുണ്ടാവും, സാധാരണക്കാർക്കും ഒക്കെ ജഹലുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ വിഷയം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ളത് ഈ മുസ്ലിം മുഅ്മിനുമായ ഒരാളെ മുർത്തദ്ദായി കാണുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ തന്നെ കത്തിച്ച് കളയൂ എന്ന് പറഞ്ഞ ആൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇബ്നു തൈമിയ പറഞ്ഞ ജഹ്മിയാക്കൾ അവർ ഷിർക്കിലായിരുന്ന ആളുകളല്ല. അവർ പിന്നെ ഈ പറഞ്ഞ പോലെ പല ശുബ്ഹത്ത് കാരണമായി അവർക്ക് പല ബിദ്അത്ത് വാദങ്ങളും വന്നു. അതിൽ പല ബിദ്അത്ത് വാദങ്ങളും കുഫ്റായിരുന്നു. അപ്പോൾ അവരെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ വന്ന കാര്യമാണ് എന്നൊക്കെ നോക്കുക. ഇനി യാസിർ വായിച്ച, ഇപ്പോൾ ഞാൻ ഇബ്നു തൈമിയയിൽ നിന്ന് വാദിച്ച ഈ കാര്യം, ഞാൻ നിങ്ങളോട് യോജിച്ചാൽ കാഫിറാവുമായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് കാഫിറായിട്ടില്ല എന്ന് പറഞ്ഞ ആ ഭാഗത്തെക്കുറിച്ച് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേൾക്കണ്ട, യാസിർ ഇബ്നു ഹംസ പറഞ്ഞതും നിങ്ങൾ കേൾക്കണ്ട. ആ ഭാഗത്തെക്കുറിച്ച് ഇതേ കിതാബിൽ ഫൂട്ട് നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷെയ്ഖ്, സൗദിയിൽ ജീവിച്ച് മരിച്ചു പോയ വലിയ മഹാനായ ഒരു ഷെയ്ഖായിരുന്നു
അല്ലാമ അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ അബാബുത്തൈൻ റഹിമഹുല്ല, അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാഹിബിനൊക്കെ ശേഷം നജിദിൽ ജീവിച്ച, സൗദിയിൽ ജീവിച്ച വലിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് ധാരാളം കിതാബുകളുണ്ട്, അറിയുന്നവർക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇതേ കിതാബിൽ, ഇബ്നു തൈമിയുടെ കിതാബിൽ ഈ ഞാനിപ്പോൾ ഉദ്ധരിച്ച യാസിർ ബിൻ ഹംസ ഉദ്ധരിച്ച ഈ ഭാഗത്തിനെ കുറിച്ച് അദ്ദേഹം അത് എന്താണ് എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ ഫുട് നോട്ടിൽ കാണാം, ഹാഷിയിൽ കാണാം, അവിടെ കാണാം. അദ്ദേഹം പറഞ്ഞത് ഇത് രണ്ട് വിഷയങ്ങളാണ് ഈ ഇബ്നു തൈമിയ ഈ പറഞ്ഞ വാക്കിലുള്ളത്. അതിൽ മസ്അല തസ്സാനി, രണ്ടാമത്തെ ഭാഗം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന തക്ഫീർ ഷഖ്സൽ മുഅയ്യൻ വ ജവാസ് ഖത്ലി മൗഖൂഫുൻ അല അന്ന തബ്ലീഗുൽ ഹുജ്ജത്തി നബവിയ്യത്തി യുഖ്ഫറു മിൻ ഖാലഫ എന്ന ഇബ്നു തൈമിയുടെ ഈ വാക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് പറയണം. യശ്മൽ കലാമു മിൻ മൻ ലം തബ്ലീഗുൽ ദഅവത്തു വഖദ് സറ ബിസാലിക ഫി മൗദിൻ ആഖർ. ഈ ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ളത് ഇത് ദഅവത്ത് എത്തിപ്പെടാത്ത, അതായത് അള്ളാഹുവിൻ്റെ ഖുർആനോ റസൂലിൻ്റെ സുന്നത്തോ ഒന്നും എത്തിപ്പെടാത്ത, റസൂൽ കൊണ്ടുവന്ന ആ ദഅവത്ത് എത്തിപ്പെടാത്ത ആളുകളെ കുറിച്ചാണ്. വഖദ് സറഹ ബിസാലിക ഫി മൗദിൻ ആഖർ, ഇത് മറ്റൊരു സ്ഥലത്തും ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ജഹമിയാക്കളോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുമായി യോജിച്ചു എങ്കിൽ ഞാൻ കാഫിറാകുമായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് കാഫിറുകളായിട്ടില്ല, കാരണം എന്താ, നിങ്ങൾ അന്ന കുഞ്ചുഹാൽ, നിങ്ങൾ ജാഹിലുകളാണ് എന്ന് പറഞ്ഞില്ലേ. അത് ആരെക്കുറിച്ചാണ്? അബാബുത്തൈൻ റഹിമഹുല്ല പറയണേ, ഇത് ഈ ആളുകൾക്ക്, ഈ ഇബ്നു തൈമിയ ജാഹിലുകളാണെന്ന് പറഞ്ഞ ആളുകൾക്ക് ദഅവത്ത് എത്തിയിട്ടില്ല എന്ന്. കാരണം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇബ്നു തൈമിയുടെ, ഇബ്നു അബ്ദുൽവഹാബിൻ്റെയൊക്കെ 700, 400, 300 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഖുർആൻ കയ്യിലുണ്ടാവില്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കാലമല്ലല്ലോ. പുരയിൽ മുഴുവൻ 5-6 മുസാഫ്, അതിൻ്റെ ട്രാൻസ്ലേഷന്, ഫോണിൽ മുസാഫ് ട്രാൻസ്ലേഷന്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ, ഹിന്ദി ട്രാൻസ്ലേഷൻ, എല്ലാ ട്രാൻസ്ലേഷനും. ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലം സഹോദരങ്ങളെ, മരുഭൂമികളാണ്. അച്ചടിയില്ല. ഒരു ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് എഴുതി ഉണ്ടാക്കിയ ഖുർആൻ വേണം. അച്ചടി ഉണ്ടായിരുന്നോ? ഒന്നും ഇല്ലല്ലോ. എഴുതി ഉണ്ടാക്കിയ ഖുർആൻ വേണം, അതല്ലെങ്കിൽ ഒരാൾക്ക് ഖുർആൻ ഹിഫ്ള് വേണം. അങ്ങനെ അന്ന് ജനങ്ങൾക്ക് ഖുർആൻ കിട്ടിയിട്ടുള്ളൂ, സുന്നത്ത് കിട്ടിയിട്ടുള്ളൂ. ഖുർആൻ പോലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുന്നത്തിൻ്റെ അവസ്ഥ എന്താ, സ്വഹീഹ് ഹദീസുകളുടെ അവസ്ഥ എന്താ? കൂടുതൽ വരമൊഴികളിലൂടെ ജനങ്ങൾ പറയുന്നതിലൂടെയൊക്കെ എത്തിപ്പെട്ട കാര്യം. അന്നത്തെ പോലെയല്ല ഇന്ന്. അന്ന് പല ആളുകൾക്കും പല വിഷയങ്ങളിലുള്ള ദഅവത്ത് കിട്ടിയിട്ടില്ല, എത്തിയിട്ടുണ്ടാവില്ല. സുന്നത്തിൻ്റെ കാര്യത്തിലോ മറ്റു കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കിട്ടിയിട്ടും മറന്നു പോയിട്ടുണ്ടാവും. മറന്നതുമാവാം. ഇൻസാൻ എന്ന് പറഞ്ഞാൽ തന്നെ മറക്കുന്നവനാണ്. അപ്പോൾ ഇബ്നു തൈമിയ ഈ പറഞ്ഞ ആളുകൾക്ക് കുറിച്ച് അബാബുത്തൈൻ അതിൻ്റെ അതേ കിതാബിൽ എഴുതിയിരിക്കണം. എന്ത്? അതേ കിതാബിന് താഴെ എഴുതിയിരിക്കുകയാണ് ഇത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദഅവത്ത് എത്തിക്കിട്ടാത്ത ആളുകളെ കുറിച്ചാണ്. കാരണം അത് അദ്ദേഹം വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മൗദിൻ ആഖർ വനുക്കില ബിൻ അഖീൽ അനിൽ അസ്ഹാബ് അന്നഹു ലാ യുആഖിബ്. ഇതിനെ പറഞ്ഞേ ഇബ്നു അഖീൽ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് അന്നഹു ലാ യുആഖിബ്, ഇത് അവർ ശിക്ഷിക്കപ്പെടില്ല എന്ന, ആ ആൾ ശിക്ഷിക്കപ്പെടില്ല എന്ന വിഷയത്തിലാണ് എന്നും പറഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, ഇബ്നു തൈമിയ ഈ പറഞ്ഞിട്ടുള്ളത് ഞാൻ അർത്ഥം വെച്ച പോലെ തന്നെയാണ് ഈ അബാബുത്തൈൻ റഹിമഹുല്ലക്ക് അർത്ഥം വെച്ചുള്ളത്. അത് വിഷയം അറിയുന്ന ആളുകൾ അങ്ങനെ അർത്ഥം വെക്കുള്ളൂ. കണ്ണ് തുറന്ന് ജനങ്ങൾ കാണണം. ഇതിനെ കുഫ്ർ പ്രചരിപ്പിക്കാൻ വേണ്ടി, വ്യാജവാദത്തിനു വേണ്ടി തെളിവാക്കുന്നവർ അതിനെ കോട്ടി മാറ്റും. മനസ്സിലാക്കുക. وقال وهذا جاري على ما نكرر في الأصول الحكم قبل ورود الشرع الصحيح فمن بلغت رسالة محمد صلى الله عليه وسلم وبلغ القرآن فقد قامت عليه الحجة فلا يعذر في عدم الإيمان بالله وملائكته وكتبه ورسله واليوم الآخر. എന്നാൽ അദ്ദേഹം പറഞ്ഞ അബൂബക്കർ റഹിമഹുല്ല, ആർക്കാണോ റസൂലിൻ്റെ, അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലിൻ്റെ സുന്നത്തും എത്തിപ്പെട്ടതിൽ അവർക്ക് പിന്നെ യാതൊരു ഉദറും കൊടുക്കപ്പെടില്ല, യാതൊരു ഇളവും കൊടുക്കപ്പെടില്ല. ഈമാൻ അള്ളാഹുലോ അള്ളാഹുവിൻ്റെ മലക്കുകളിലോ മറ്റ് കാര്യങ്ങളിലോ ഈമാൻ പിന്നെ അതിന് ശേഷവും ഉണ്ടായില്ല എങ്കിൽ ഉദർ കൊടുക്കപ്പെടില്ല. ഫലാ ഉദർ ബിസാലിക് ബഅദ സാലിക് ബിൽ ജഹൽ, അത് വന്നതിന് ശേഷം അറിവില്ലായ്മയുടെ ജഹലിൻ്റെ ഒരു ഉദറും കൊടുക്കില്ല. അപ്പോൾ ആ ആളുകൾക്ക് ഇബ്നു തൈമിയ ജഹമിയാക്കളോട് പറഞ്ഞല്ലോ, അള്ളാഹു അർശിൻ്റെ മേലെയാണ് എന്നതിനെ അംഗീകരിക്കാത്ത ജഹമിയാക്കളോട് ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ആ ജഹമിയാക്കൾക്ക് ഈ അറിവ് എത്തിക്കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് അബാബുത്തൈൻ റഹിമഹുല്ലാ ഒക്കെ പറയണത്. ഇബ്നു തൈമിയ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇബ്നു തൈമിയ പറഞ്ഞ ഭാഗം, അതിനെക്കുറിച്ച് അബാബുത്തൈൻ റഹിമഹുല്ലാ ഫൂട്ട് നോട്ട് എഴുതിയതൊക്കെ പറഞ്ഞു. മുസ്ലിം മുവഹിദുമായിരുന്ന ഒരാളിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും അറിവ് കിട്ടാത്ത വിഷയത്തിൽ അവരുടെ വായിൽ നിന്ന് വന്ന ഒരു കുഫറാവുന്ന വാക്കുണ്ട് എങ്കിൽ അത് ശരിയാക്കി കൊടുത്ത് അവരുടെ മേൽ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു സലഫിയോട്
ഒരു ഒരു കേന്നമ്മേനോട് ഒരു മടവൂരിയോടൊക്കെ പോയി ചോദിക്കുക അള്ളാഹുവിൻ്റെ ഈ സിഫാത്തുകളെ കുറിച്ച്, അള്ളാഹുവിൻ്റെ അർഷിനെ കുറിച്ച്, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് എന്താണ്, പേനയാണോ അർഷാണോ, അങ്ങനെ ധാരാളം മസലത്തിൽ ഖഫിയാവുന്ന വിഷയങ്ങളുണ്ട്. അതായത് മസലത്തിൽ ഖഫിയാവുന്ന വിഷയങ്ങളുടെ ദീനിൽ, അതായത് പെട്ടെന്ന് ഒരാൾക്ക് അറിയാത്ത, അതിൻ്റെ അറിവ് എപ്പോഴും ഒരാളുടെ മനസ്സിൽ നിൽക്കാത്ത, അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ. തൗഹീദാണ് അവ്വലൻ. പക്ഷെ അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ മുവാഹിദുകൾക്കും അറിഞ്ഞോളെന്ന് നിർബന്ധമില്ല. ചില ആളുകൾ അത് മറന്നു പോയിട്ടുണ്ടാവും. ചില ആളുകൾക്ക്, എല്ലാവരും പണ്ഡിതന്മാരല്ലോ. അപ്പോൾ ആരെങ്കിലും അതിലൊരു കുഫ്രാവുന്ന സംസാരം സംസാരിച്ചാൽ അയാളെ പോയി നേരെ ഒരാൾ കൊല്ലുമോ? ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് ഇല്ല. അയാൾക്കത് പറഞ്ഞു കൊടുക്കും, സഹോദരൻ നീ പറഞ്ഞത് അള്ളാഹ് റസൂൽ പറഞ്ഞതിനെതിരാണ്, മാറ്റണം. അയാളൊരു നല്ല മുസ്ലിമാണ്, മാറ്റും. ശരിയായ കാഫിറാണ്, മാറ്റൂല. അള്ളാഹു പറഞ്ഞത് റസൂൽ പറഞ്ഞ് കേട്ടാൽ മാറാത്തവൻ എങ്ങനെ മുസ്ലിം ആവുന്നത്? അപ്പോൾ അതാണ് ഈ സംഭവം. നിങ്ങൾ മനസ്സിലാക്കുക. അതിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരായ ഒരു സലഫി ഏതെങ്കിലും വിഷയത്തിൽ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വായിൽ നിന്ന് അറിയാതെ ഒരു കുഫ്രാവുന്ന വർത്താനോ സംസാരമോ വന്നു പോയാൽ അവനെ ചാടിക്കേറി ആരും തക്ഫീർ ചെയ്യൂല, കാഫിറാക്കൂല. അവനെ ചാടിക്കേറി ആരും കൊല്ലാനും നിൽക്കൂല. സുബ്ഹാനല്ലാഹ്. വധശിക്ഷയ്ക്ക് വിധേയരാക്കൂല. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ കാര്യമാണ് പറയുന്നത്, ഇവിടുത്തെ കാര്യമില്ല പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയം, അങ്ങനെയുള്ള ഒരാളുടെ മേലെ ശിക്ഷാ നടപടി കൈക്കൊള്ളുന്നതിന് മുമ്പ്, ഇപ്പോൾ പച്ചയായ കുഫർ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് തക്ഫീർ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്നത് തന്നെ ശിക്ഷക്കാണ്. ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ മേലിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ പേര് കൊണ്ട് തക്ഫീർ ചെയ്യുന്നതിന് യാതൊരു ഇതുമില്ല. ഒരാൾ പച്ചയായ കുഫർ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് പിന്നെ മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതേസമയം അയാളെ ശിക്ഷിക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം എന്ന വിഷയമാണ് ഈ പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ. അതിനെ വട്ടം കറക്കി ദുർവ്യാഖ്യാനിച്ച് ഖുബൂരിയെ മുസ്ലിമാക്കാൻ വേണ്ടി യാസിർ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത വിഷയത്തിലോട്ട് പോവാം. അടുത്ത വിഷയമായിട്ട് യാസിർ പറഞ്ഞിട്ടുള്ളത് ഇതേ വിഷയത്തിൻ്റെ ഒരു ബാക്കി തന്നെയാണ്. അതായത് ഇമാം അഹ്മദ് ജഹ്മിയാക്കളെ കാഫിറുകളാക്കിയിട്ടില്ല, ഇമാം അഹ്മദ് ജഹ്മിയാക്കളെ കാഫിറാക്കിയിട്ടില്ല എന്ന ഒരു വാദം. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് നോക്കാം. കാരണം ഇത് പരിപൂർണമായി ശരിയല്ല. ഇമാം അഹ്മദ് ജഹ്മിയാക്കളെ കാഫിറാക്കിയിട്ടുണ്ട്. പിന്നെ യാസിറിനെ പോലുള്ള ആളുകളും പറയാറ് ഇമാം അഹ്മദ് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ജഹ്മിയാക്കളെ വ്യക്തിപരമായി കാഫിറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന കുബൂരികളെ, നമ്മുടെ നാട്ടിലെ കുബൂരികളെ കാഫിറാക്കാൻ പറ്റില്ല എന്ന ബാത്തില് വാദം പറയാറുണ്ട്. അത് യാസിർ മാത്രമല്ല എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ യാസിർ അതിന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്തൊക്കെയോ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ശരിയായ ഇമാം അഹ്മദിലെ ആ വിഷയത്തിൽ എന്താണ് ശരിയായ നിലപാട് എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇമാം അഹ്മദിൻ്റെ വാദം എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയയുടെ എന്തോ കുറച്ച് അദ്ദേഹം വായിച്ചിട്ടുള്ളൂ. നമുക്ക് വേറെയും ഇഷ്ടംപോലെ കിതാബുകളുണ്ട്. അത് കൂടാതെ ഇബ്നു തൈമിയയുടെ ആ കിതാബിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കുകയും ചെയ്യാം. മജ്മുഉൽ ഫതാവിൽ നിന്ന് യാസിർ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ യാസിറിനുള്ള മറുപടിയും ഇബ്നു തൈമിയയുടെ കിതാബിലുണ്ട്. യാസിർ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കണ്ടെത്തും, മറച്ചു വെച്ചതായിരിക്കാം, എങ്ങനെയാണെങ്കിലും. അപ്പോൾ ഇമാം അഹ്മദ് ജഹ്മിയാക്കളെ വ്യക്തിപരമായി കാഫിറാക്കിയിട്ടുണ്ടോ ഇല്ലേ നോക്കാം. ഇത് ഇമാം മാലക്കായി പിന്നെ അദ്ദേഹത്തിൻ്റെ ശറഹ് ഉസൂലുൽ ഇഅ്തിഖാദ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന പിന്നെ ഗ്രന്ഥമാണ്. അതിൻ്റെ 353 പേജിൽ കാണാം. ഖുൽതു ലി അബ്ദുല്ല അഹ്മദ് ബിൻ ഹംബൽ, ഞാൻ അഹ്മദ് ഹംബലിനോട് ചോദിച്ചു, യാ അബ അബ്ദുല്ല റജുലുൻ ഖാല ഖുർആൻ മഖ്ലൂഖ് ഫഖുൽതു ലഹു യാ കാഫിർ തറാ അലാ ഫീഹി ഇസ്മൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാം അഹ്മദ് ഹംബലിനോട് ചോദിച്ചു, യാ അബ അബ്ദുല്ല. അബ അബ്ദുല്ല എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് ഹംബലിൻ്റെ മറ്റ് പേരാണ്, കുഞ്ഞപ്പേരാണ്. ഞാൻ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ പറഞ്ഞു, ഫഖുൽതു ലഹു യാ കാഫിർ, ഹേ കാഫിറെ എന്ന് ഞാൻ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ഒരാളോട് പറഞ്ഞു. തറ അലാ ഫീഹി ഇസ്മൻ, അതിൽ താങ്കൾ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടോ? ഖാല, ഇമാം അഹ്മദ് പറഞ്ഞു, കാൻ അബ്ദുറഹ്മാൻ ബിൻ മഹദി യഖൂൽ, അബ്ദുറഹ്മാൻ ബിൻ മഹദി പറയാറുണ്ടായിരുന്നു, ലൗ കാന ലീ മിൻഹും ഖുറാബതൻ സുമ്മ മാത മാ വറസത്ഹു. അദ്ദേഹം പറയാറുണ്ട്, ജമിയാക്കളിൽപ്പെട്ട ആരെങ്കിലും എൻ്റെ അടുത്ത കുടുംബത്തിലുണ്ടായിരുന്നു എങ്കിൽ, എന്നിട്ട് മരണപ്പെട്ടു എങ്കിൽ ഞാൻ അയാളിൽ നിന്നും അനന്തരാവകാശം സ്വീകരിക്കുമായിരുന്നില്ല. ഫഖാല ലഹു ഖുറാസാനി ബിൽ ഫാരിസിയ അല്ലദി യഖൂലുൽ ഖുർആൻ മഖ്ലൂഖുൻ അഖൂലഹു ഇന്നഹു കാഫിർ ഖാല നഅം. ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ഒരാളോട് അഖൂലു ഇന്നഹു കാഫിർ, ഞാൻ പറയട്ടെ അവൻ കാഫിറാണ് എന്ന് ഖാല, ഇമാം അഹ്മദ് പറഞ്ഞു നഅം. അപ്പം ഇമാം അഹ്മദിനോട് ചോദിച്ചു,
ഞാനൊരാളോട് കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാഫിറെ എന്ന് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ഒരാളോട് മറ്റേ ആൾ പറഞ്ഞപ്പോൾ അതിൽ പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതുപോലെ അല്ലദീ യഖൂലുൽ ഖുർആൻ മഖ്ലൂഖ് അഖൂലു ഇന്നഹു കാഫിർ ഖാല നഅം. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ പറയട്ടെ അഖൂലു ഇന്നഹു കാഫിർ, അവൻ കാഫിറാണെന്ന് അവനോട് ഞാൻ പറയട്ടെ, ഖാല നഅം. ഇമാം അഹ്മദ് പറഞ്ഞു അതെ. ഇത് സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ആളുകളെ വ്യക്തിപരമായി കാഫിറാക്കലല്ലേ? ആണ്. ഇനി അടുത്തതിലോട്ട് നോക്കാം. ഇമാം അഹ്മദ് ഹംബലിൻ്റെ കിതാബ് ജാമി ഉലൂം ഇമാം അഹ്മദ് എന്ന് പറഞ്ഞൊരു കിതാബാണ്. ഇത് ഇമാം അഹ്മദിൻ്റെ ധാരാളം ഇബാറത്തുകളും റിവായത്തുകളൊക്കെ ഉള്ളൊരു കിതാബാണ്. ഇത് എല്ലാവർക്കും കിട്ടും. ഇത് നമുക്ക് മാത്രം കിട്ടുന്ന കിതാബെന്നല്ല. ഇത് മക്തബ ഷാമിലും മറ്റു ഓൺലൈൻ ലൈബ്രറിയിലൊക്കെ പോയാൽ ഇതിൻ്റെ ഈ കിതാബ് കിട്ടുന്നതാണ്. ഇതിൻ്റെ പേജ് നമ്പർ വെച്ച് ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് നോക്കാം. ഇതിൽ 80/4 പേജിൽ കാണാം. റക്കമൽ ഹദീസ് റക്കമൽ വക്കാല ഖുറാസാനി വിൽഫാരിസ് അല്ലദീ യഖൂലു ഖുർആൻ മഖ്ലൂഖ് ഖാല ഇന്നഹു കാഫിർ ഖാല നഅം. അത് നേരത്തെ വായിച്ചു തന്നെയാണ്. വേറൊരു ഹദീസിലും കൂടി വന്നാണ് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്ന ആളോട് ഞാൻ കാഫിർ എന്ന് പറയട്ടെ, അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. ഇനി അതേ കിതാബിൻ്റെ 81/4 കാണാം. വമൻ ഖാല ഇന്നഹു മഖ്ലൂഖുൻ ഔ ശൈഉൻ മിൻഹു മഖ്ലൂഖുൻ ഫഹുവ കാഫിർ. قال البخاري قلت لأبي عبد الله أحمد بن حنبل أنا رجل مبتلي قد ابتليت وأنا أقول لك ولكن أقول ഖുർആൻ മിൻ അവ്വലി ആഖിരി കലാമുല്ലാഹി ലൈസ ശൈഉൻ മിൻഹു മഖ്ലൂഖ് വമൻ ഖാല, ആരാണോ പറയുന്നത് ഇന്നഹു മഖ്ലൂഖുൻ ഔ ശൈഉൻ മിൻഹു മഖ്ലൂഖ് ഫഹുവ കാഫിർ, ആരാണോ ഖുർആനിൻ്റെ സൃഷ്ടിയാണെന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം എന്തെങ്കിലും സൃഷ്ടിയാണെന്ന് പറയുന്നത് ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. വമൻ സഅമ അന്ന ലഫ്ള ബിൽ ഖുർആൻ മഖ്ലൂഖ് ഫഹുവ ജഹമി കാഫിറുൻ ഖാല നഅം. അപ്പോൾ ഇദ്ദേഹം ഇമാം അഹ്മദിനോട് പറഞ്ഞതാണ്. ഇമാം അഹ്മദിനോട് പറയുകയാണ്, ഇങ്ങനെ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്ന ഒരാളെ ഞാൻ ഇതുപോലെ ജഹമിയാണ്, കാഫിറാണ് എന്ന് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഖാല നഅം. നഅം ഒരാളെ കുറിച്ചാണ് പറയുന്നത്, വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. പറയാം എന്നുള്ളതാണ് ഇമാം അഹ്മദിൻ്റെ സ്റ്റാൻഡ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് കാണുന്നത്. തബക്കാത്തുൽ ഹനാബിലയിലും വന്നതാണ്. അതിൽ നിന്നും ഈ കിതാബിൽ വേറെ കൊടുത്തിട്ടുമുണ്ട്. ഇനി വേറെ സ്ഥലത്ത് കാണാം, ഇന്നല്ലാഹ ലം യകല്ലമു മൂസ അകാഫിർ ഹുവ ഫസഹബ ഇല അന്നഹു കാഫിർ. മൂസാ നബി അലൈഹി സ്വലാമോട് അള്ളാഹു സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞവൻ കാഫിർ അല്ലേ? അതെ, കാഫിറാണ്. അടുത്തത് കൊടുത്തിരിക്കുന്നത് സമീഅ്തു അഹ്മദ് ബിൻ ഹംബൽ യഖൂൽ അൽ ഖുർആനു കലാമുല്ലാഹ് വലൈസ ബിമഖ്ലൂഖ് വമൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഹുവ കാഫിർ. ഇമാം അഹ്മദ് പറഞ്ഞതായിട്ട് വീണ്ടും കൊടുത്തിരിക്കുന്നു. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്, വലൈസ ബിമഖ്ലൂഖ് അത് സൃഷ്ടിയല്ല. വമൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖ് ഫഹുവ കാഫിർ, ആരാണോ പറയുന്നത് ഖുർആൻ സൃഷ്ടിയാണ് എന്ന് അവൻ കാഫിറാണ്. ഇനി അടുത്തിലോട്ട് പോവാം. ഖുൽതു ലി അബി അബ്ദുല്ല, ഞാൻ അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു, റജുലുൻ സല്ല ഖൽഫ സഫ ഹുവ വറജുലുൻ, ഒരു മനുഷ്യൻ വേറൊരാളുടെ കൂടെ സഫിൽ നമസ്കരിച്ചു. ഫലമ്മ സല്ലമ നദറ ഇലല്ലദീ സല്ല അലാ ജനാബിഹി ഫൈസാ ഹുവ ജഹ്മി ഖാല യുഈദു സ്വലാത്ത്. ഒരാൾ വേറൊരാളുടെ സഫിൽ നിന്ന് നിസ്കരിച്ചു. 2 ആൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സൊഫിൽ ഒരാളുടെ കൂടെ ഇമാമ് മുന്നിലുണ്ട്, ഈ സൊഫിൽ 2 ആൾക്കാർ ബാക്കിൽ, സൊഫിൽ 2 ആൾ മാത്രം നിന്നു നിസ്കരിച്ചു. അങ്ങനെ നമസ്കാരം സലാം വീട്ടി നോക്കിയപ്പോൾ തൊട്ടടുത്തിരുന്ന സൊഫിലിരിക്കുന്ന ആൾ ജഹ്മിയാണ്. അപ്പോൾ ഇമാം അഹ്മദ് എന്താ പറഞ്ഞത്? യുഈദു സ്വലാ, നിങ്ങൾ സ്വലാത്ത് മടക്കി നമസ്കരിക്കണം. ഫ ഇന്നഹു ഇന്നമാ സ്വല്ല ഖൽഫ സ്വഫ വഹദ ഔ കലാം ഹാദാ മാന ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറഞ്ഞു ഫ ഇന്നഹു ഇന്നമാ സ്വല്ല ഖൽഫ സ്വഫ വഹദ. കാരണം ആ സൊഫിൽ ഒരു ജഹ്മിയായി, ആ സൊഫിൽ 2 ആളേ ഉള്ളൂ. അപ്പോൾ സൊഫിൽ ഒരാൾ ജഹ്മി ആയതുകൊണ്ട് സൊഫിൽ ബാക്കിൽ ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിച്ച പോലെ ആവും. അങ്ങനെ നമസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് മടക്കി നമസ്കരിക്കണം. ഹാസ മാന ഔ കലാം ഹാസ മാന, ഈ രീതിയിൽ അർത്ഥം വരുന്ന സംസാരം സംസാരിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇത് ഇമാം അഹ്മദ്, തലയുള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ ഇമാം അഹ്മദ് ഒരു വ്യക്തിയെ തന്നെ ജഹ്മിയാണെങ്കിൽ കാഫിറാക്കാം എന്നത് പറയുന്നതാണ്. ഇനി അതേ കിതാബിൽ വീണ്ടും 358/6 കാണാം. ഖാല ഇബ്നു തബ്ബ സമീഅ്തു റജുലൻ സഅല അഹ്മദ് ബിൻ ഹംബൽ ഫഖാല യാ അബാ അബ്ദുല്ലാ ഉസല്ലി ഖൽഫ മൻ യശ്റബുൽ മസ്കർ ഖാല ലാ. ഒരാൾ ഇമാം അഹ്മദിനോട് ചോദിക്കുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ഇബ്നു തബ്ബ പറയുകയാണ്. യാ അബാ അബ്ദുല്ലാ ഉസല്ലി ഖൽഫ മൻ യശ്റബുൽ മസ്കർ, കള്ള് കുടിക്കുന്നവൻ്റെ ബാക്കിൽ ഞാൻ നമസ്കരിക്കട്ടെയോ എന്ന് ഇമാം അഹ്മദിനോട് ചോദിച്ചു. ഖാല ലാ, നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഖാല ഫഉസല്ലി ഖൽഫ മൻ യഖൂലു അൽ ഖുർആൻ മഖ്ലൂഖ്, ഞാൻ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ഒരാളുടെ പുറകിൽ നമസ്കരിക്കട്ടെ എന്നും അയാൾ ഇമാം അഹ്മദിനോട് ചോദിച്ചു. അപ്പോൾ ഇമാം അഹ്മദ് എന്താ പറഞ്ഞു? ഫഖാല സുബ്ഹാനല്ലാഹ് അൻഹാക അനിൽ മുസ്ലിം തസ്അൽനി അനിൽ കാഫിർ.
അപ്പോൾ ഇമാം അഹമ്മദ് അയാളോട് എന്താ പറഞ്ഞത്? ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ഒരാളെ ബാക്കിൽ ഞാൻ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അയാളോട് പറയാണ്, സുബ്ഹാൻ അല്ലാഹ്, സർവ്വപരിശുദ്ധിയും അള്ളാഹുവിനാകുന്നു. ഞാൻ നിന്നെ ഒരു മുസ്ലിമിനെ തൊട്ട് തടഞ്ഞു, അവൻ്റെ പുറകിൽ നമസ്കരിക്കരുത് കാരണം അവൻ കള്ളു കുടിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമിനെ തൊട്ട് ഞാൻ അവൻ്റെ പുറകിൽ നമസ്കരിക്കരുത് എന്ന് നിന്നെ തടഞ്ഞു. നീ എന്നോട് ഒരു കാഫിറിൻ്റെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണോ? മുസ്ലിമിനെ പോലും കള്ളുടിക്കുന്നവനാണ് അവരുടെ പുറകിൽ നമസ്കരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. നീ എന്നിട്ട് എന്നോടൊരു കാഫിറിൻ്റെ പുറകിൽ നമസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുവോ? നോക്കണം, അവിടെ വ്യക്തിപരമായി ഒരു ജഹമിയെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ആളെ ഇമാം അഹമ്മദ് കാഫിറാക്കിയില്ലേ? കാഫിറാക്കി പ്ലസ് കാഫിറാക്കി അവൻ്റെ പുറകിൽ നമസ്കരിക്കരുത് എന്ന് ആ പറഞ്ഞ ആളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്താ? വ്യക്തിപരമായി ഇമാം ജഹമിയാക്കളെ കാഫിറാക്കിയതല്ലേ? തക്ഫീർ ചെയ്തതല്ലേ? യാസിർ ബിൻ ഹംസ ഇതൊന്നും കണ്ടിട്ടില്ലേ? യാസിർ ബിൻ ഹംസ ഇൻ്റർനെറ്റിൽ കുറേ മുർജിയാക്കൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതങ്ങോട്ട് തപ്പിക്കൊടുന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലാണോ? കിതാബുകൾ വായിക്കണ്ടേ, എല്ലാം പഠിക്കണ്ടേ? ഇനി കിതാബ് ജാമിഉൽ ഉലൂം ഇമാം അഹ്മദ്, അതേ കിതാബ് തന്നെയാണ്. അതിൻ്റെ 40/3 കാണാം, ഫമൻ കാല മഖ്ലൂഖ് ഫഹുവ കാഫിറുൻ ബില്ലാഹിൽ അലീം. ഖുർആൻ സൃഷ്ടിയാണ് എന്നതിനെ കുറിച്ച് തന്നെ പറയണേ. ആരാണോ പറയുന്നത് ഖുർആൻ സൃഷ്ടിയാണെന്ന്? ഫഹുവ കാഫിറുൻ ബില്ലാഹിൽ അലീം, അവൻ കാഫിറാണ്, അള്ളാഹുവിൽ അവിശ്വസിച്ച കാഫിറാണ്. വമൻ ലം യുകഫിറു ഫഹുവ കാഫിർ, ആരാണോ അവനെ കാഫിറാക്കാത്തത് അവനും കാഫിറാ. സുബ്ഹാനല്ലാഹ്. ഇമാം അഹ്മദ് പറയുകയാണ്, ഇമാം അഹ്മദ് പറയണം, ആരാണോ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞത് അവൻ കാഫിറാണ്. വമൻ ലം യുകഫിറുഹു ഫഹുവ കാഫിർ, ആരാണോ ആ പറഞ്ഞ ജഹമിയെ കാഫിറാക്കാത്തത് അവനും കാഫിറാ. യാസിർ ഇത് കണ്ടിട്ടുണ്ടോ? യാസിർ ബിൻ ഹംസ ഇല്ലെങ്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് കിതാബിലുള്ളതാണ് ഇതൊക്കെ. അത് യാസിർ ബിൻ ഹംസയും യാസിർ ബിൻ ഹംസയെ പോലുള്ള പൊട്ടന്മാരും ഇത് പോയി പഠിക്കട്ടെ, പഠിച്ചിട്ട് വരട്ടെ. ഇനി ഇബ്നു തൈമിയുടെ കിതാബ് മജ്മൂ അൽ ഫതാവിലായിട്ട് നോക്കാം, 489/12. ഇതാണ് നമ്മുടെ യാസിർ ബിൻ ഹംസ ഉദ്ധരിച്ച ഒരു ഭാഗം. ആ ഉദ്ധരിച്ച ഭാഗത്തിൻ്റെ താഴെ അതേപോലെ അഹമ്മദ് ദാലിൽ ഖലീഫത്തി വാരി മിമ്മൻ ദറബ വഹബസ വസ്തഫറ ലഹും വഹല്ല ലഹും ബിമാ ഫഅലു ബിഹി മിനൽ ദുൽമി വദ്ദുആ ഇലാ ഖൗലി അല്ലദി ഹുവ കുഫ്റു വലൗ കാനു മുർത്തദീൻ അനിൽ ഇസ്ലാം ലം യജുസുൽ ഇസ്തിഗ്ഫാർ ലഹും. അപ്പോൾ ഇമാം അഹ്മദ് ജഹ്മിയാക്കളിൽപ്പെട്ട അന്ന് ധാരാളം ജഹ്മിയാക്കളുണ്ട്. ജഹ്മിയ വാദം അവിടെ പ്രചരിച്ചിട്ടുണ്ട്. ഭരണാധികാരിക്ക് വരെ ആ വാദം ഉണ്ടായത് കൊണ്ട് ഇതൊരു ബിദ്അത്ത് വാദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിമീങ്ങളിൽ വന്നൊരു ബിദ്അത്ത് വാദമാണ്. അപ്പോൾ ധാരാളം ആളുകൾക്ക് അറിവില്ലാതെയും ശുഭത്ത് ചാടിയിട്ടൊക്കെ ധാരാളം ആളുകൾ അതിൽ പെട്ടുപോയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഇത് കുറേ ജനങ്ങളിലുണ്ട്. ഇന്നത്തെ പോലെ ഇതല്ല, ആർക്കാണ് ഈ വാദമുള്ളത്, ആർക്കാണ് ഇത് ഇല്ലാത്തത് എന്ന് ഇമാം അഹമ്മദിനെ പോലെ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. വാദം അവിടെയുണ്ട്, ആ ഒരു വാദം അവിടെ പ്രചരിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ ഇന്ന് എന്തെങ്കിലും സോഷ്യൽ മീഡിയയോ വീഡിയോ റെക്കോർഡിങ്ങോ ടേപ്പ് റെക്കോർഡിങ്ങോ ഒന്നും ഉള്ളതല്ലല്ലോ. ഒരാൾ എവിടെയെങ്കിലും പറഞ്ഞുവെങ്കിൽ അത് ഉടനടി ഇമാം അഹമ്മദ് അറിഞ്ഞുകൊള്ളുന്നില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരാൾ സ്റ്റേജിൽ കയറി ലോലാലത്ത് പറഞ്ഞാൽ അപ്പോൾ യാസിർ ബിൻ ഹംസ ലോലാലത്ത് പറഞ്ഞു മനുഷ്യന്മാർ മുഴുവൻ കേട്ടു. പക്ഷെ പണ്ടത്തെ കാലത്താണ് യാസിർ ബിൻ ഹംസ ഒരാളോടോ 2 ആളോടോ ഒരു 10 ആളോടോ ഈ ദൊലാലത്ത് പറഞ്ഞാൽ അത് എത്തിക്കിട്ടണ്ടേ? അത് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് വിശ്വസിച്ചോളുന്നില്ല. അപ്പം ന്യായം വേണം. ഒരാൾ കാഫിറാണ് എന്ന് പറയുന്നതിന് ന്യായം വേണം. അപ്പോൾ അത് കാരണമായിട്ട് ഈ ജഹമിയാക്കളുടെ ഈ ശുഭത്ത് ഈ വാദം അവിടെ പ്രചരിച്ചപ്പോൾ തന്നെ എല്ലാവരെയും ഇമാം അഹ്മദ് വ്യക്തിപരമായിട്ട് കാഫിറാക്കിയിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് അറിയില്ല. ദലീല് വേണം, ന്യായം വേണം, ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടണം. ഒരാളെ കാഫിർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടണം. അപ്പോൾ അങ്ങനെ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടാത്ത ആളുകളെക്കുറിച്ച് അദ്ദേഹം അവരെ പൊതുവിൽ മുസ്ലിമീങ്ങളായി അംഗീകരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മടവൂരികളിൽ പല ബിദ്അത്ത് കുഫ്ർ വാദങ്ങളുണ്ട്. എന്ന് വെച്ചിട്ട് മടവൂരികളെ എല്ലാവരെയും നമ്മൾ ഒറ്റയ്ക്ക് കാഫിർ എന്ന് പറയില്ല. ഏതെങ്കിലും ഒരു മടവൂരിനെ കണ്ടാൽ അവൻ കാഫിറാന്ന് പറയും. അതിനൊക്കെ കുറച്ച് ന്യായങ്ങൾ സ്ഥാപിക്കാനുണ്ട്, കണ്ടീഷനുകളുണ്ട്, ഷർത്തൊക്കെ നോക്കാനുണ്ട്. ഉള്ളത് തന്നെയാണ്. ശിക്ഷിക്കാനാണെങ്കിൽ ഷർത്തൊക്കെ നോക്കാനുണ്ട്. കാരണം ഇമാം അഹമ്മദിൻ്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെ വ്യക്തിപരമായി തക്ഫീർ ചെയ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മേലിൽ ആ ആളുടെ പേരിൽ പിന്നെ ശിക്ഷയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ന്യായം സ്ഥാപിച്ച് വ്യക്തിപരമായി തക്ഫീർ ചെയ്യപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. മടവൂരികളെയും എല്ലാവരെയും മുസ്ലിമീങ്ങളെയും കൂട്ടി നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. وهذه أقوال والأعمال منه ومن غيره من الأئمة الصحيحة في أنهم لا يكفر المعينين من الجهمية الذين كانوا يقولون القرآن مخلوق الله وإن الله لا يرى في الآخرة وقد نقل أن يعني وقد അങ്ങനെ പറഞ്ഞു. ഇത് പല അതുപോലെ തന്നെ ഇമാം അഹ്മദും പല ഉലമാക്കളും
ഇങ്ങനെ മുഅയ്യിനീങ്ങളെ വ്യക്തിപരമായി ജഹ്മിയാക്കളെ തക്ഫീർ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത് തക്ഫീർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുമാണ്. ന്യായം സ്ഥാപിക്കാതെ വ്യക്തികളെ, മുവഹിദുകളായി അറിയപ്പെടുന്ന വ്യക്തികളെ തക്ഫീർ ചെയ്തിട്ടില്ല. അത് ശരി തന്നെയാണ്. അത് നമ്മളെല്ലാവരും അങ്ങനത്തെ, നമുക്കൊരു വ്യക്തത കിട്ടാതെ ആരെങ്കിലും കുറിച്ച് കാഫിറാന്ന് പറയുമോ? അപ്പോൾ അത് ആരും ചെയ്യാത്ത പ്രവൃത്തിയാണ്. അത് ശരി തന്നെയാണ്. ഇനി ഈ യാസർ വായിച്ചതിൻ്റെ താഴെ യാസർ വായിക്കാത്തൊരു ഭാഗം ഞാൻ വായിച്ചുതരാം. വഖദ് നുക്കില അൻ അഹ്മദ് മാ യദുല്ലു അല അന്നഹു കഫറ ബിഹി ഖൗമൻ മുഅയ്യിനീന ഫഅമ്മാ അൻ യസ്കുറു അൻഹു ഫിൽ മസ്അലതി റിവായത്താനി ഫഫീഹി നദറുൻ ഔ യഹ്മിൽ അംർ അല തഫ്സീൽ ഫയുഖാൽ മൻ കഫറഹു ബിഅയ്യിനിഹി. സുബ്ഹാനല്ലാഹ്. ഇബ്നു തൈമിയ എഴുതി കേട്ടാ. യാസർ ഹംസയുടെ ക്ലാസ്സിൽ ഇബ്നു തൈമിയ ഇമാം അഹമ്മദ് ജമിയാക്കൾ കൊണ്ട് പ്രാർത്ഥിച്ചു, അതൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെല്ലാം വായിച്ചിട്ട് അതിൻ്റെ താഴെ 2-3 വരി താഴോട്ടൊരു ഭാഗം കൂടിയാണ്. അതാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. അത് യാസർ വായിച്ചിട്ടില്ല, അത് വായിക്കണം. ഇമാം അഹമ്മദിൽ നിന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. എന്താണ്? അന്നഹു കഫറ ബിഹി ഖൗമൻ മുഅയ്യിനീന. അദ്ദേഹം ഒരു കൂട്ടത്തെ ഇങ്ങനെ മുഅയ്യിനുകളായിട്ട് തക്ഫീർ ചെയ്തിട്ടുണ്ട്. അതായത് ജഹമിയാക്കൾ മൊത്തം കാഫിറുകളാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഖൗമൻ മുഅയ്യിനീന ചെയ്യുന്ന തക്ഫീറാണ്. അതായത് ജഹമിയാക്കൾ ഇന്ന വാദമുള്ള ആളുകൾ കാഫിറുകളാണ് എന്ന് പറയാം. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫമ്മ യസ്കുറു അൻഹു ഫിൽ മസ്അലതി റിവായത്താൻ ഫീ നദറും. അദ്ദേഹത്തിൽ നിന്ന് വന്ന 2 റിവായത്തുകളുണ്ട്. അതിൽ അതിനെക്കുറിച്ച് നോക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തഫ്സീലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. ഫയുഖാൽ പറയാവുന്നതാണ്. ഇബ്നു തൈമിയ പറയാണ്, മൻ കഫറഹു ബിഅയ്യിനിഹി. ആരെയാണോ ഇമാം അഹ്മദ് അദ്ദേഹം വ്യക്തിപരമായി തക്ഫീർ ചെയ്തിട്ടുള്ളത്, ജഹ്മിയാക്കളിൽപ്പെട്ട ആളുകളെ വ്യക്തിപരമായും ഇമാം അഹ്മദ് തക്ഫീർ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ എഴുതിയിരിക്കണം. വായിക്കണം. യാസിർ ഇബ്നു ഹംസ വായിച്ചിട്ടില്ല, ഞാൻ വായിക്കുന്നു. മൻ കഫറഹു ബിഅയ്യിനിഹി. ആരെയാണോ ഇമാം അഹ്മദ് വ്യക്തിപരമായി തക്ഫീർ ചെയ്തിട്ടുള്ളത്, ഫൽഖിയാമു ദലീൽ അല അന്നഹു വുജിദത ഫീ ശുറൂത്തു തക്ഫീർ വൻതഫത് മആനി വമൻ ലം യുകഫിറഹു ബിഅയ്യിനിഹി ഫലൻതിഫാഉ ദാലിക ഫീ ഹഖി ഹാദാ മഅ ഇത്ലാഖി ഖൗലി ബിത്തക്ഫീർ അലാ സബീലിൽ ഉമൂം. മൻ കഫറഹു ബിഅയ്യിനിഹി. ആരെയാണോ ഇമാം അഹ്മദ് വ്യക്തിപരമായി തക്ഫീർ ചെയ്തിട്ടുള്ളത്, ഫൽഖിയാമു ദലീൽ അല അന്നഹു വുജിദത ഫീ ശുറൂത്തു തക്ഫീർ വൻതഫത് മആനി. അങ്ങനെ വ്യക്തിപരമായി കാഫിറാക്കിയ ആളുകളുടെ മേലിൽ ഈ തടസ്സങ്ങൾ നീങ്ങുകയും കണ്ടീഷനുകൾ ശരിയാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷർത്തും മാമാനേക്ക് ഒത്തു വന്നിട്ടുണ്ട്. അതായത് തെളിവ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തെളിവ് സ്ഥിരപ്പെടുക, ന്യായം സ്ഥിരപ്പെടുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഷർത്തും മാമാനും. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഇമാം അഹ്മദ് തക്ഫീർ ചെയ്തിട്ടുണ്ട്, കാഫിറുകളാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് ഹക്കാണ്. ഇബ്നു തൈമിയാണ് പറഞ്ഞത് ഹക്കാണ്. നമ്മളും അത്രേ പറയുന്നുള്ളൂ. ഇമാം അഹ്മദ് ഖൗമൻ മുഅയ്യിനീൻ തക്ഫീർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കുബൂരികളെ കാര്യമല്ല പറയുന്നത്. സൃഷ്ടിയെ ആരാധിക്കുന്ന, സൃഷ്ടിയെ ഇലാഹാക്കിയവന്റെ കാര്യമല്ല. ജഹമിയാക്കൾ അങ്ങനത്തെ ആളുകളല്ല. അന്നുണ്ടായിരുന്ന ജഹമിയാക്കൾ അങ്ങനത്തെ ആളുകളല്ല. ഇന്നുള്ള ജഹമിയാക്കളും അങ്ങനത്തെ ആളുകളല്ല. ഇന്നുള്ള ജഹമിയാക്കൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവരെ ഞാൻ ഖുർആൻ സൃഷ്ടിയാന്ന് പറഞ്ഞാൽ മാത്രമേ ജഹമിയാവുള്ളൂ എന്ന് അത് പറഞ്ഞുതരാം. അപ്പോൾ ഇബ്നു തൈമിയ പറയുന്നത് അങ്ങനെ മുവഹിദുകളായ ആളുകളിൽ പിന്നെ വന്ന ശുബ്ഹത്ത് മൂലമുണ്ടായ ഈ കുഫ്ർ ഇത് വന്ന ഈ വാദമുള്ള ആളുകളെല്ലാം കാഫിറുകളാണ് എന്ന് ഇമാം അഹ്മദ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരുടെ മേലിലാണോ ന്യായം സ്ഥാപിക്കപ്പെട്ടത്, ഹുജ്ജത്ത് ശരിയായത്, ഷർത്ത് മാമാനി ഒത്തു വന്നത്, അത്തരം ആളുകളെ ഇമാം അഹ്മദ് വ്യക്തിപരമായിട്ടും കാഫിറാക്കിയിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ തന്നെ ഇതാ പറയുന്നു. ഇതിന് മുമ്പ് ഞാൻ വായിച്ചത് മുഴുവൻ അദ്ദേഹത്തിൽ നിന്ന് ഇമാം അഹ്മദിന് റിവായത്ത് ചെയ്ത് വന്നതാണ്. അതിലൊക്കെ അദ്ദേഹം വ്യക്തികളെ തന്നെ കാഫിറാക്കിയെന്ന് ഞാൻ വായിച്ചു. പുറമെ ഇബ്നു തൈമിയ പറഞ്ഞതും വായിച്ചു. യാസിർ ഇബ്നു ഹംസ ഇബ്നു തൈമിയയുടെ വായിച്ചപ്പോൾ ഈ ഭാഗം വായിച്ചില്ല. ഈ ഭാഗം വായിച്ചാൽ കള്ളം പൊളിയും എന്നുള്ളതുകൊണ്ട് മൂപ്പര് വായിച്ചില്ല. ഇനി അദ്ദററ സനിയ എന്ന് പറഞ്ഞ ഫിലജൂബത്തുൽ നജ്ദിയ, ഈ നജ്ദിലെ ഉലമാക്കളുടെ കിതാബ്, അതായത് നജ്ദിലെ ഉലമാക്കളുടെ ഫത്വകളും എല്ലാം ഉള്ള വളരെ പ്രശസ്തമായ കിതാബാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ മക്കളുടെ ഫത്വകളും കാര്യങ്ങളൊക്കെ വലിയ കിതാബാണ്, എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ 436/10 കാണാം. വാജാബു ഐലൻ അവർ ഉത്തരം പറഞ്ഞു. അതായത് നജ്ദിൽ ഉലമാക്കൾ ഉത്തരം പറഞ്ഞു. ലാ തസ്ഹു ഇമാമത്ത മല്ല യുകഫറുൽ ജഹ്മിയ. ജഹ്മിയാക്കളെ കാഫിറാക്കാത്ത ഒരാളുടെ ഇമാമത്ത് ശരിയാവില്ല, അയാളെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്ന്. വൽ കുബൂരിയീൻ, കുബൂരികളെ തക്ഫീർ ചെയ്യാത്തവരെ, കുബൂരികളെയും ജഹ്മിയാക്കളെയും കാഫിറുകളാക്കി കണ്ട് വ്യക്തിപരമായി തന്നെ, ഇത് കൂട്ടത്തിലല്ല, വ്യക്തിപരമായി തന്നെ തക്ഫീർ ചെയ്യാത്ത ഒരാളെ തന്നെ കാര്യമല്ല. തസ്ഹീഹ് ഇമാമത്തുൽ മല്ല യുകഫറുൽ ജഹ്മിയ വൽ കുബൂരിയീൻ. കുബൂരികളെയും ജഹ്മിയാക്കളെയും തക്ഫീർ ചെയ്ത് കാഫിറാക്കാത്ത ഒരാളുടെ പുറകിലുള്ള നമസ്കാരം ശരിയാവില്ല, അയാളുടെ ഇമാമത്ത് ശരിയാവില്ല. ഔ യശുക്ക ഫി തക്ഫീരിഹിം, അവരെ തക്ഫീർ ചെയ്യേണ്ട കാര്യത്തിൽ സംശയമുള്ള ആളുകളുടെ
ഇതും ശരിയാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ജമിയാക്കളെയും കുബൂരിയാക്കളെയും തക്ഫീർ ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുള്ള ഒരാളുടെ ഇമാമത്ത് പോലും ശരിയാവില്ല. ഇതൊന്നും ഞാനല്ല സുഹൃത്തുക്കളെ പറയുന്നത്. ആ കിതാബ് ദർറസനയിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. വാസിൽ മസ്അലത മിൻ ഹൗളയിൽ വാലിഹാത്ത് ഇന്ദ തലബത്തുൽ ഇൽമ് വഅൽ അസർ. സുബ്ഹാനല്ലാഹ്. ഇത് വളരെ വ്യക്തമായ മസലകളിൽ പെട്ട് വെച്ച് ഏറ്റവും വ്യക്തമായ ഒരു മസലയാണ് ആരുടെ അടുത്ത്? ഇന്ദ തലബത്തുൽ ഇൽമി വഅൽ അസർ. ഇൽമിൻ്റെ ആളുകളുടെ ഇടയിൽ ഇത് വളരെ അറിയപ്പെട്ട വിഷയമാണ്. വദാലിക അന്നൽ ഇമാം അഹ്മദ് വംസാലി മിനൽ ഇൽമി വൽ ഹദീസ് ലം യഖ്തലിഫു ഫി തക്ഫീറിൽ ജമിയ. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദും മറ്റ് ഇൽമിൻ്റെ ഉലമാക്കളും ഒന്നും ഈ ജമിയാക്കളെ തക്ഫീർ ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും വ്യത്യസ്ത അഭിപ്രായക്കാരായിട്ടില്ല. വന്നഹും ദുല്ലാലും സനാദിഖത്തും. അവർ സിന്ദീഖുകളാണ്, അവർ വഴി വഴച്ചു പോയ സിന്ദീഖുകളാണ് എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇമാം അഹമ്മദ് ജമിയാക്കളെ വ്യക്തിപരമായി കാഫിറാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്? അതൊന്നും ശരിയല്ല സഹോദരങ്ങളെ. ഒരു മുവഹിദിൻ്റെ അങ്ങനെ ഒരു വാദം വന്നാൽ ഒരു ന്യായം തെളിവ് കിട്ടുന്നവരെ അത് പിടിച്ചു വെക്കും, വ്യക്തിപരമായി തക്ഫീർ ചെയ്യില്ല. അപ്പോൾ അവർ ആ കൂട്ടത്തിൽ കൂട്ടിയിട്ട്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ കൂട്ടിയിട്ട്, വിധേയികളായി കൂട്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ അവരിൽ നിന്ന് ഒരാളിൽ നിന്ന് വ്യക്തമായി ഇങ്ങനെ കുഫ്രവാദമുണ്ട് എന്നുള്ള തെളിവ് കിട്ടിയാൽ പിന്നെ അയാളെ അങ്ങനെ അംഗീകരിക്കുകയും ഇല്ല എന്നുള്ളതാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇത് ജമിയാക്കളെ കുറിച്ച്, അവരെ തക്ഫീർ ചെയ്യുന്നതിനെ കുറിച്ച് മറ്റു ഉലമാക്കൾ പറഞ്ഞത് ഇതേ കിതാബിൽ വഖദ് ഹക്ക കുഫ്റും ഇബ്നുൽ ഖയ്യിം ഫി കാഫിയത്തിഹി അൻ 500 മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ വലമാഹിം. ഈ ജമിയാക്കളെ കുഫ്റിനെ കുറിച്ച് 500ഓളം ഉലമാക്കൾ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പിന്നെ പറഞ്ഞത് ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. വഖദ് യുഫർരിഖു ബൈന മൻ ഖാമത അലൈഹിൽ ഹുജ്ജ അല്ലതി യക്ഫുറു താറകഹ വബൈന മൻ ലാ ശഊറു ലഹു ബിസാലിക് വഹാദൽ ഖൗലു യമീലു ഇലൈഹി ശൈഖുൽ ഇസ്ലാം ഫിൽ മസായിൽ ലത്തി ഖദ് യഖ്ഫ ദലീലുഹ അലാ ബഅദിൻ നാസ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഉലമാക്കളെല്ലാം വഖദ് യുഫർരിഖു ബൈന മൻ ഖാമത അലൈഹിൽ ഹുജ്ജ അല്ലതി യക്ഫുറു താറക. ഏത് ജമിയാണ് അവരുടെ ഏത് ജമീൻ്റെ മേലാണോ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആ ജമിയാക്കളെയും അതുപോലെ ആരുടെ മേലാണോ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടാത്തത് അവരെ തമ്മിൽ വേർതിരിച്ചിട്ടുണ്ട് ഈ ഉലമാക്കളെല്ലാം. വഹാദൽ ഖൗൽ യമീലു ഇലൈഹി ശൈഖുൽ ഇസ്ലാം. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാമിലോട്ട്, ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കൗലൊക്കെ അങ്ങനെയുള്ള കൗലാണെന്നാണ് പറയുന്നത്. ഫിൽ മസായിൽ ലത്തി ഖദ് യഖ്ഫ ദലീലു അലാ ബഅദിൻ നാസ്. ചില ആളുകൾക്ക്, ജനങ്ങളിൽപ്പെട്ട ചിലകൾക്ക് പെട്ടെന്ന് ബോധ്യമാവാത്ത ചില തെളിവുകളുണ്ടാവും. അപ്പോൾ അത് പഠിച്ചാലേ ഈ ജമിയാക്കളെ വാദം കുഫ്റാണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആളുകളെല്ലാം അവരുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിച്ചാൽ മാത്രമേ തക്ഫീർ ചെയ്യുള്ളൂ. അതാണ് ഷെയ്ഖുൽ ഇസ്ലാമൊക്കെ പറഞ്ഞത് എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇപ്പോൾ ഇമാം അഹമ്മദ് ജമിയാക്കളെ വ്യക്തിപരമായിട്ട് കാഫിറാക്കിയിട്ടില്ല എന്ന യാസിർ ബിൻ ഹംസയുടെ വാദം പച്ചക്കള്ളമാണ്. ഇമാം അഹമ്മദ് വ്യക്തിപരമായി ജമിയാക്കളെ കാഫിറാക്കിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഈ കൊടുത്തത്. ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം യാസിർ പറഞ്ഞത് ഇബ്നു തൈമിയ പറഞ്ഞു ഇമാം അഹമ്മദ് ചെയ്തിട്ടില്ല വ്യക്തിപരമായി. പക്ഷേ ഇബ്നു തൈമിയ തന്നെ വ്യക്തിപരമായിട്ട് ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടവരെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അതിൽ കണ്ടു. അതല്ലാതെയും അദ്ദേഹം പറഞ്ഞ ഇഷ്ടം പോലെ. അപ്പോൾ അവിടെ ഹുജ്ജത്ത് സ്ഥാപിക്കുക എന്നുള്ളത് എന്താണ്? എന്തെങ്കിലും മസല വാളി അല്ലാത്ത മസലാണെങ്കിൽ അത് ക്ലിയറാക്കി കൊടുത്തിട്ടേ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ശിക്ഷയുടെ കാര്യത്തിലുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നോർമലി ഒരാൾ ഖുർആൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുവെങ്കിൽ അയാളെ കാഫിർ എന്നല്ലാതെ നമുക്ക് മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ഇനി അബ്ദുല്ലാ ബിൻ അഹമ്മദിൻ്റെ അബ്ദുല്ലാ ബിൻ അഹമ്മദ്, ഇമാം അഹമ്മദിൻ്റെ മകനായ അബ്ദുല്ല, അദ്ദേഹത്തിൻ്റെ കിതാബ് സുന്ന അതിൽ കാണാം സമീതു സലാമു ബിൻ അബി മുത്ത് യഖൂൽ അൽ ജഹ്മിയത്ത് കുഫാറു ലാ യുസല്ലി ഖൽഫഹും. ജഹ്മിയാക്കൾ കാഫിറുകളാണ്, അവരുടെ പുറകിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരാളുടെ പുറകിൽ നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാളെ വ്യക്തിപരമായിട്ട് കാഫിറാക്കലല്ലേ? തീർച്ചയായിട്ടുമാണ്. കിതാബ് സുന്നത്ത് അതിൽ അതേപോലെ തന്നെ അബ്ദുല്ലാ ബിൻ അഹമ്മദിൻ്റെ കാണാം മൻസാമ അന്ന ഖൗലുല്ലാഹി അസ്സ വജൽ യാ മൂസ ഇന്നഹു അനല്ലാഹുൽ അസീസുൽ ഹകീം മഖ്ലൂഖുൻ ഫഹുവ കാഫിറുൻ വസിന്ദീഖുൻ ഹലാലുദ് ദം. ആരാണ് പറയുന്നത്? അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയണേ, ഇത് ഇന്നനി അനല്ലാഹ്, ഞാനാകുന്നു അള്ളാഹ് എന്ന് അള്ളാഹു പറഞ്ഞ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയണ ആരാണ്? ഈ ആയത്തൊക്കെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത് മഖ്ലൂഖ് ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്, സിന്ദീഖാണ്, അതായത് വധശിക്ഷയ്ക്ക് വിധേയനാകപ്പെടുന്ന സിന്ദീഖും കാഫിറുമാണ്. ഇതൊക്കെ വ്യക്തിപരമായി തന്നെയുള്ള കാര്യങ്ങളുടെ സഹോദരങ്ങളെ. വേറെ കാണാം മൻകാല മഖ്ലൂഖ് ഫഹുവ കാഫിർ വമൻ ശക്ക ഫീ കുഫ്രി ഫഹുവ കാഫിറുൻ. അബ്ദുല്ലാ ബിൻ അഹമ്മദിൻ്റെ കിതാബ് സുന്നയിൽ കാണാം 112/1 സുഫിയാൻ ബിൻ ഉയൈന അദ്ദേഹം പറഞ്ഞത് കാണാം. അദ്ദേഹം താബികളിൽപ്പെട്ട
താബികളിൽപ്പെട്ട ആളാന്ന് തോന്നുന്നു റഹിമഹുല്ല, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അൽ ഖുർആൻ കലാമുല്ലാഹി അസ്സ വജൽ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്നു. മൻകാൽ ആരാണ് പറഞ്ഞത് മഖ്ലൂഖുൻ ഫഹുവ കാഫിർ, ആരാണോ അത് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. വമൻ ശക്ക ഫീ കുഫ്രി ഫഹുവ കാഫിർ, ആരാണോ അവൻ്റെ കുഫ്ർ സംശയിച്ചത് അവനും കാഫിറാണ്. സമീത്ത് അബി റഹിമഹുല്ലാ യഖൂൽ, ഇമാം അഹമ്മദ് പറഞ്ഞായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ റിവായത്ത് ചെയ്യുക, മൻകാൽ അൽ ഖുർആൻ മഖ്ലൂഖ് ഫഹുവ ഇൻദനാ കാഫിർ, ആരാണ് ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അയാൾ നമ്മുടെ അടുത്ത് കാഫിറാണ്. ഇതെന്താ, ഒരാളങ്ങനെ പറഞ്ഞാൽ പിന്നെ അവനെ കാഫിറായിട്ടേ കാണുമോ, വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യണം ഇതെല്ലാം. ഓക്കെ, ഇനി യാസിർ ഇബ്നു ഹംസ ഒരു പച്ച കള്ളം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ്. പിന്നെ ഇത്തരം കുബൂരികൾ ഈ ശിർക്ക് ചെയ്യുന്നത് അവർ അറിയാണ്ട് ചെയ്യുന്നതാണ്, അവർ തെറ്റുപറ്റിപ്പോയതാണ്, അതുകൊണ്ട് അവർക്ക് പിന്നെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഏത് ആയത്തെ ഓതുന്നറിയോ? ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹിം റബ്ബി വൽ മുഅ്മിനൂൻ എന്ന ആയത്ത് ഓതിയിട്ട് റബ്ബന ലാ തുആഖിസ്ന ഇൻ നസീന ഔ അഖ്തന എന്ന ആ ദുആ ആയത്തൊക്കെ ഓതുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കണം സഹോദരങ്ങളെ. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹിം റബ്ബി വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും റസൂലും, റസൂലും മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ സ്വഹാബാക്കളെ പോലെ തൗഹീദ് സ്വീകരിച്ച മുഅ്മിനീങ്ങളും റസൂലും അവർ പറയുന്ന കാര്യമാണ് റബ്ബന ലാ തുആഖിസ്ന ഇൻ നസീന ഔ അഖ്തന, റബ്ബെ ഞങ്ങൾ മറന്നു പോയതിലും ഞങ്ങളിൽ നിന്ന് അബദ്ധവശാൽ സംഭവിച്ചു പോയതിലും ലാ തുആഖിസ്ന ഞങ്ങളെ നീ പിടികൂടല്ലേ എന്നാണ്. ഇത് തൗഹീദുള്ള മുഅ്മിനീങ്ങൾ പറയുന്ന ദുആയാണ് സഹോദരങ്ങളെ. ഈ ദുആ എടുത്തിട്ട് യാസിർ ഇബ്നു ഹംസ പറയാണ് ഈ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട് ഈ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ തൗഹീദുള്ള മുഅ്മിനീങ്ങളുടെ ഈ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞിട്ട് ഇതിൽ കാണാം, വഖത് സബത ഫീ സഹീഹ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അന്ന അല്ലാഹ ഇസ്തജാബ ഹാസ ദുആ വലിമാ ഖാല അൽ മുഅ്മിനൂന റബ്ബന ലാ തുആഖിസ്ന ഇൻ നസീന ഔ അഖ്തന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ദുആ, അതായത് സൂറത്ത് ബഖറയിലെ ഈ ദുആ, മുഅ്മിനീങ്ങളുടെ ഈ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾക്ക് അഥവാ മുവഹിദുകൾക്ക് സഹോദരങ്ങളെ, ഷിർക്ക് ചെയ്യുന്നവനല്ല, കാന്തപുരത്തിനും കൂട്ടർക്കും അല്ല, മുവഹിദുകൾക്ക്, സലഫികൾക്ക്, മുവഹിദുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, തൗഹീദ് സ്വീകരിച്ച ഷിർക്കിനെതിരെ സംസാരിക്കുന്നവർക്ക് അവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ത്? റബ്ബന ലാ തുആഖിസ്ന ഇൻ നസീന ഔ അഖ്തന, നമ്മൾ മറന്നു പോയതിലും ഞങ്ങളിൽ നിന്ന് അബദ്ധവശാൽ വന്നു പോയതിലും ഞങ്ങളെ നീ പിടികൂടല്ല. ഇത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, കുബൂരികൾക്കല്ല. എന്നിട്ട് ഈ ദുആ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് യാസിർ ഇബ്നു ഹംസ പറയണേ കേരളത്തിലെ ഖബറാരാധകനായ സൃഷ്ടിയെ ഇലാഹാക്കി അവനെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്, അവനെ മുസ്ലിം ആക്കിയുകൊണ്ട്. സഹോദരങ്ങളെ, ഇതിലും വലിയ കുഫ്ർ ഒരു മനുഷ്യന് പറയാനുണ്ടോ ഈ ഭൂമിയിൽ? എന്താണ് യാസിർ ഇബ്നു ഹംസ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ സ്വഹാബികളെ പോലെ തൗഹീദുള്ളവനാണോ? ഇവർക്ക് ദീനുൽ ഇസ്ലാം എന്തെന്ന് അറിയില്ലേ സഹോദരങ്ങളെ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് സംസാരിക്കുമ്പോൾ പോലും എനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ. തൗഹീദുള്ള മുസ്ലിമിന് മുവഹീദിന് അള്ളാഹു കൊടുക്കുന്ന ഇളവ് എടുത്തിട്ട് തൗഹീദിൻ്റെ ശത്രുക്കളെ മുസ്ലിമാക്കാൻ ശ്രമിക്കുകയാണ് സഹോദരങ്ങളെ. അതും ഖുർആനിലെ ആയത്തിന് എങ്ങനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കുബൂരികൾ പോലും ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. യാസിർ ഇബ്നു ഹംസ പറഞ്ഞാൽ എന്താ നിങ്ങൾ കേട്ടില്ലേ? ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ഒരാളാണെങ്കിലും അവൻ മുസ്ലിമാണ് എന്ന് വാദിച്ച അവൻ നമ്മൾ മുസ്ലിമായിട്ട് അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണ് യാസിർ ഇബ്നു ഹംസ. കുബൂരിയോട് പോയി നിങ്ങൾ ചോദിക്കൂ, കുബൂരി പറയും മുസ്ലിമാണെന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പനെ ആരാധിച്ചാൽ അത് വെറും ബിംബമാണ്, ഒന്നും കഴിവൊന്നുമില്ലാത്തൊരു ബിംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചാൽ പോലും അയാളെ പിന്നെ നമ്മൾ മുശ്രിക്കും കാഫിറായിട്ട് കാണുള്ളൂ എന്നാണ് കുബൂരികളുടെ വിശ്വാസം, അവരുടെ നിലപാട്. യാസിർ ഇബ്നു ഹംസയുടെ നിലപാട് എന്താണ് സഹോദരങ്ങളെ? മുസ്ലിമാണ് എന്ന് വാദിക്കുന്ന ഒരാൾ ഗുരുവായൂരപ്പനെ ആരാധിച്ചാലും അയാളെ മുസ്ലിമായിട്ട് കണ്ട് അയാളെ പുറകിൽ നമുക്ക് നിസ്കരിക്കാമെന്നാണ് യാസിർ ഇബ്നു ഹംസയുടെ വാദം. സുബ്ഹാനല്ലാഹ്, ഇവനൊക്കെ താങ്ങുന്നവരെ കല്ലെടുത്ത് എറിയണ്ടേ? ഒന്നൊന്ന് ആലോചിച്ച് നോക്കുന്നുള്ളൂ. ഇത്രയും വലിയ കുഫ്ർ പറയാൻ നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത, അള്ളാഹുവിനെ പേടില്ലാത്ത കുബൂരി ചാരൻ ഇവൻ മാത്രമല്ല, ഇവനെപ്പോലെ ധാരാളം ചാരന്മാരുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അടുത്ത കാര്യം യാസിർ ഇബ്നു ഹംസ തെളിവായി ഉദ്ദേശിച്ച്, യാസിർ ഇബ്നു ഹംസയെ പോലെ തന്നെ പല ആളുകളും ഈ തെളിവ് ഉദ്ധരിക്കാറുണ്ട്. ഇത് പുതിയൊരു ടൈപ്പ് തെളിവാണ്. അതായത് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇതുവരെ യാസിർ ഇബ്നു ഹംസ കൂടുന്ന തെളിവുകൾ പച്ചക്കള്ളം കള്ളം കെട്ടിച്ചമച്ചതാണെങ്കിലും ഹദീസുകളിൽ നിന്നും ഇമാമുകളുടെ കിതാബുകളിൽ നിന്നും ഖുർആനിലൊക്കെ ദുർവ്യാഖ്യാനികളാണ്. ഇമാമുകളുടെ വാക്കുകൾ നിർവ്യാനിക്കുക, ഹദീസിനെ നിർവ്യാഖ്യാനിക്കുക, അള്ളാഹുവിൻ്റെ കലാമിനെ ദുർവ്യാഖ്യാനിക്കുക, ഇതൊക്കെയായിരുന്നു യാസിർ ഇബ്നു ഹംസ ചെയ്തിരുന്നത്. ഇനി യാസിർ ഇബ്നു ഹംസ കൂടുന്ന തെളിവ് എന്താണ്?
സുബിക്കിനെ സുബിക്കിനെ അന്നത്തെ സുബിക്കി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾക്ക് ഇസ്തിഗാസ വാദം ഉണ്ടായിരുന്നു. അയാൾ ആരും കാഫിറാക്കിയിട്ടില്ല എന്ന വാദം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ള ഈ കുബൂരികളൊക്കെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം. പിന്നെ ഹൈത്തമിനെ കാഫിറാക്കിയിട്ടില്ല ഉലമാക്കൾ. അതുകൊണ്ട് നമ്മൾ ഇവിടെ പിന്നെ മൊയ്തീൻ ശേഖനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ബദരീങ്ങൾക്ക് നേർച്ച ചെയ്യുന്നവനെ നമ്മൾ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന വാദം. അതുപോലെ ബക്കറിയും ഇബ്നു തൈമിയുടെ കാലത്ത് കിടന്ന് ജീവിച്ചിട്ട് ഇസ്തിഗാസവാദിയായിരുന്ന ആളാണ്. മൂപ്പരെ ഇബ്നു തൈമി ഒന്നും കാഫിറാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുബൂരികളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന വാദം. സുബ്ഹാനല്ലാ. ഇപ്പം ഖുർആനും വേണ്ട, ഹദീസും വേണ്ട, അഹ്ലുസുന്നയുടെ ഉലമാക്കളെ കൗലും വേണ്ട. ഇപ്പം സുബുക്കിയും പിന്നെ ബക്കറിയും ഹൈത്തമിയും പിന്നെ പണ്ട് മറ്റേ ആൾക്കാർ കുറേ ബൂസിരിയും പറയാറുണ്ട്. കുറേ ആൾക്കാർ ബൂസിരിനായിട്ട് പറയുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോൾ തെളിവ്. അവസ്ഥ നോക്കണം. തനി കുബൂരികളെ ഇവർ തെളിവെടുക്കുന്നു. കുബൂരികളെ തെളിവെടുക്കുന്നു. ഇനി എന്താണ് ഇതിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. സുബിക്കും ഇവരൊക്കെ മുസ്ലിങ്ങളാണോ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് നോക്കാം. വേറെ കാര്യം, യാസർ ഇബ്നു ഹംസനെ തള്ളിപ്പോയല്ലേ സുബിക്കിനെ ആരും കാഫിറാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇവരുടെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നോക്കാം നമുക്ക്. യാസർ ഇബ്നു ഹംസ തന്നെ പറയുന്നുണ്ട്, സുബിക്ക് റദ്ദ് കൊടുത്തുകൊണ്ട് ഇബ്നു അബ്ദുൽ ഹാദി, അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. ഇബ്നു തൈമിയുടെ ആ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇബ്നു അബ്ദുൽ ഹാദി ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് സുബുക്കിക്ക് റദ്ദ് കൊടുത്തുകൊണ്ട്. അതിൽ പോലും സുബുക്കിയെ ഒരു കാഫിറായി പരിഗണിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആ കിതാബ് തന്നെ നോക്കാം. ആ കിതാബ് സ്വാലിമുൽ മുൻകി ഫിറദ് അല സുബുക്കി, ഇബ്നു അബ്ദുൽ ഹാദിയുടെ. ഇത് മക്തബ ഷാമിലിലൊക്കെ കാണാം. ഈ കിതാബിൻ്റെ 334 പേജിൽ കാണാം സഹോദരങ്ങളെ. അൽ വജ്ഹുൽ ഖാമിസ് എന്ന് പറഞ്ഞ അദ്ദേഹം എഴുതാണ്. 5-ാമത്തെ കാര്യം, പല കാര്യങ്ങൾക്ക് റദ്ദ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാ പറയാണ് വജ്ഹുൽ ഖാമിസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ സഹോദരങ്ങളെ. അൻ യുഖാലു ലിഹാസൽ മുഅ്തറിൽ വഷ്ബാഹിഹി മിൻ ഇബാദിൽ ഖുബൂർ. സുബ്ഹാനല്ലാഹ്. അൻ യുഖാലു ലിഹാസൽ മുഅ്തറിൽ വഷ്ബാഹിഹി മിൻ ഇബാദിൽ ഖുബൂർ. ഖബർ ആരാധകരായ ഈ എതിർ കക്ഷിക്കും അയാളെപ്പോലുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ദുൽ ഹാദി പറയാം. അപ്പോൾ ഇബ്നു അബ്ദുൽ ഹാദി സുബുക്കിയെ ഈ കിതാബിൽ എന്താ വിശേഷിപ്പിച്ചത്? ഖബർ ആരാധകൻ എന്ന് ഒരു ഇമാമ് വേറൊരാളെ വിശേഷിപ്പിച്ചാൽ പിന്നെ അയാളെ മുസ്ലിമായിട്ട് കണ്ടു എന്നാണ്, കാഫിറായിട്ട് കണ്ടു എന്നാണോ? യാസർ എന്ന് പറയണം. അള്ളാഹുവിനെ ആരാധിക്കുന്ന മുസ്ലിമിനെ ഏതെങ്കിലും ഒരു ഇമാമ് ഖബർ ആരാധകൻ എന്ന് വിളിക്കോ? ഇല്ല. ഖബർ ആരാധകൻ എന്ന് ആരെ വിളിക്കുന്നത്? മുശ്രിക്കും കാഫിറുമായി ഖബറിനെ ആരാധിക്കുന്നതിനെ വിളിക്കുള്ളൂ. അയ്യുക്കാൽ ലിഹാസിൽ മുഅ്തറിൽ വഷ്ബാഹി മിൻ ഉബ്ബാദിൽ ഖുബൂർ എന്ന് പറഞ്ഞിട്ട് ഖബർ ആരാധകരായ ഈ സുബുക്കിയെയും എന്ന് പറഞ്ഞിട്ട് സുബുക്കിക്ക് മറുപടി കൊടുത്താണത്. ഖബർ ആരാധകൻ എന്ന് പറഞ്ഞാൽ പോരെ, ഇനി ബാക്കി ഈ കിതാബ് മുഴുവൻ വായിച്ചു കൊണ്ടിരണോ? നിങ്ങൾക്കൊക്കെ ഇത് തന്നെ മതി. അപ്പോൾ സുബുക്കിക്ക് റദ്ദ് കൊടുത്ത കിതാബിൽ സുബുക്കിയെ മുസ്ലിമാക്കി എന്ന് പറഞ്ഞ യാസർ ഇബ്നു ഹംസക്കുള്ള മറുപടിയാണിത്. സുബുക്കിക്ക് റദ്ദ് കൊടുത്ത കിതാബിൽ ഇബ്നു അബ്ദുൽ ഹാദി സുബുക്കിയെ വിളിച്ചിട്ടുള്ള ഖബർ ആരാധകൻ എന്നാണ്. അതുപോലെ മതി. ഇനി അടുത്തതിലോട്ട് നോക്കാം. സുബുക്കിന്റെ വിഷയത്തിൽ തന്നെ സുലൈമാൻ ഇബ്നു സഹ്മാൻ റഹിമഹുല്ലാ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സൗദിയിൽ നജദിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു നോക്കാം. കിതാബ് സവായിഖുൽ മുർസല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കിതാബുണ്ട്. 214 പേജിൽ കാണാം താഴെ. ഫൈസ തഹഖഖത് മാ സക്കറ അഹ്ലുൽ ഇൽമി ഫി ശൈഖുൽ ഇസ്ലാം തബയ്യന ലക് അന്ന സുബ്കി ഹുവ അല്ലദി ഖറജ അനിൽ സിറാത്തിൽ മുസ്തഖീം വഖാലഫ മാ അലൈഹിൽ അയിമ്മത മിൻ ഉലമാഇൽ മുസ്ലിമീൻ. ശൈഖുൽ ഇസ്ലാം പറഞ്ഞ കാര്യത്തിൽ ഉലമാക്കൾ തഹ്ഖീഖ് ചെയ്ത കാര്യമാണ് എന്ത്? ഈ സുബ്കിയെ കുറിച്ച്. തബയ്യന ലക അന്ന സുബ്കി ഹുവ അല്ലദി ഖറജ അനിൽ സിറാത്തിൽ മുസ്തഖീം. സുബ്കി സിറാത്തുൽ മുസ്തഖീം എന്ന് തെറിച്ചു പോയ ആളാണ് എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം തെറിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആൾ ഇസ്ലാമിലല്ല എന്നാണ് അർത്ഥം. കാഫിറാക്കലാണ്. അതും അതൊക്കെ പണ്ഡിതന്മാർ പറയുമ്പോൾ അങ്ങനെയൊക്കെ എഴുതുള്ളൂ. ആ സുബിക്ക് കാഫിറാണ്, ബക്കര് കാഫിറാണെന്ന് ഇങ്ങനെ എഴുതിയേക്കലല്ല. അത് അങ്ങനെ അവർ എഴുതുള്ളൂ. അതൊക്കെ ഒരു ഹിക്മത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ കേട്ടിട്ട് തലക്ക് വിളിക്കില്ലാത്ത, ഇതൊന്നും മനസ്സിലാവാത്ത യാസർ വന്നിട്ട് സുബിക്കിനെ ഇബ്നു തൈമിയ മുസ്ലിമാക്കി, സുബിക്കിനെ ഇബ്നു അബ്ദിൽ മുസ്ലിമാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്നു അബ്ദുൽ ഹാദിയൊക്കെ അയാളെ ഖബർ ആരാധകൻ എന്ന് വിളിച്ചത് ഞാൻ വായിച്ചു അദ്ദേഹത്തിൻ്റെ അതേ കിതാബിൽ നിന്ന്. ആ കിതാബിൽ നിന്ന് സുബിക്ക് മുസ്ലിമാണ് എന്ന് പറഞ്ഞത് യാസറിന് കൊണ്ടുതരാൻ പറ്റുമോ? യാസർ ഇബ്നു ഹംസ കൊണ്ടുവരട്ടെ. ഇബ്നു അബ്ദുൽ ഹാദിയുടെ കിതാബ് സ്വാലിമുൽ മുൻകി ഫി റദ്ദ് അല സുബിക്കി എന്ന കിതാബിൽ നിന്നും യാസർ ഇബ്നു ഹംസ കൊണ്ടുവരട്ടെ. ഇബ്നു അബ്ദുൽ ഹാദി പിന്നെ ഈ ഇസ്തിഗാസവാദമൊക്കെ ഉണ്ടെങ്കിലും സുബിക്കിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞത് ഇല്ലാതെ കിട്ടൂലല്ലോ. അതൊന്നും കിട്ടില്ല. അതിനൊക്കെ ഇങ്ങനെ കൂട്ടിച്ചമച്ചുണ്ടാക്കലുള്ളൂ. ഇനി അടുത്ത് നോക്കാം. ഇനി യാസർ ഇബ്നു ഹംസ പറയുകയുണ്ടായി, ഇബ്നു അജർ അൽ ഹൈതമിയെ ആരും കാഫിറാക്കിയിട്ടില്ല, വ്യക്തിപരമായിട്ട് കാഫിറാക്കിയിട്ടില്ല, അദ്ദേഹം ഇസ്തിഗാസവാദിയായിരുന്നൊക്കെ. അപ്പോൾ ഇബ്നു അജർ അൽ ഹൈതമി
ധാരാളമായി അഹ്ലുസുന്നയുടെ സ്റ്റാൻഡ് മനഹജ് പറയുകയും അക്കീദ പറയുകയും എല്ലാം പറയുകയും അദ്ദേഹം എഴുതിയ ഒരു കിതാബിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിതാബുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട്. കിതാബ് ഞാൻ പറഞ്ഞുതരാം എൻ്റെ പേര്. കിതാബ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദറുൽ മൻലൂദ് ഫി സ്വലാത്തി വസ്സലാം അലാ സാഹിബിൽ മഖാമിൽ മഹ്മൂദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയൊരു കിതാബാണ്. അതിൽ അദ്ദേഹം റസൂലിനോട് റസൂലിനെ തവസ്സിലാക്കി ദുആ ചെയ്യാം, റസൂലിനോട് ഇസ്തിഗാസ ചെയ്യാം എന്ന വാദം എഴുതിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നത് പരിപൂർണമായി ഞാൻ വായിച്ചിട്ടില്ല. അതിൽ റസൂലിൻ്റെ മരണത്തിന് ശേഷവും ആവാം എന്നുള്ള രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം ഈ ഇസ്തിഗാസവാദിയാണ് എന്ന് പറയും. സത്യത്തിൽ ഈ കിതാബിൽ അത് അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് ശേഷം അദ്ദേഹം എഴുതിയ കിതാബുകളിലെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം ഷിർക്കിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പിന്നെ ബാക്കി എഴുതിയ കിതാബുകളൊക്കെ നല്ല രീതിയിലാണ് എഴുതിയുള്ളത്. അഹ്ലുസുന്നയുടെ യഥാർത്ഥ മനഹജ പറയുള്ളത്. പക്ഷേ ഈ ഒരു കിതാബിൽ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ശേഷം വന്ന കിതാബുകളിലെല്ലാം നല്ല രീതിയിൽ തന്നെ ഷിർക്കിനെതിരെയും കുഫറിനെതിരെയൊക്കെ അദ്ദേഹം സംസാരിച്ചുള്ളത് കൊണ്ട് ഒരു പണ്ഡിതന് മുൻകാലം ആ കാലത്തിന് ശേഷം വന്ന 200-300 വർഷങ്ങൾക്ക് ശേഷം ഒരു പണ്ഡിതനോ ഒരു മുസ്ലിമോ അയാളെ വ്യക്തിപരമായി കാഫിറാക്കാൻ ശരിക്ക് ധൈര്യപ്പെടില്ല. കാരണം അയാൾ മരിക്കാൻ നേരത്ത് അതല്ലെങ്കിൽ ആദ്യം അങ്ങനെ എഴുതി ആ കിതാബിൽ എഴുതിപ്പോയി. ഇതിപ്പോൾ അന്നത്തെ കാലം അങ്ങനെ എഴുതിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ എഴുതി പോയിട്ടുണ്ടാവും, അത് ആ കിതാബിലുണ്ട്. പക്ഷേ ശേഷം വന്ന കിതാബുകളിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഷിർക്കിനെതിരെ എഴുതിയിട്ടുണ്ട്. മൻ ദാ ഗൈറല്ലാഹ് ഫഹുവ കാഫിറുൻ, ആരോട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് അവൻ കാഫിറാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് കിതാബുകൾ നല്ല രീതിയിൽ കാണുന്നത് കൊണ്ട് അതിനെതിരെ തന്നെ കാണുന്നത് കൊണ്ട് ആരും പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യക്തിപരമായി ശേഷം വന്ന ആളുകൾ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ മാറി എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം. കാരണം അത് ഒരാൾക്ക് കഴിയില്ല. ഒരു 100-200-300 വർഷം മുമ്പ് മരിച്ചു പോയ ആളെക്കുറിച്ച് എന്നോടോ നിങ്ങളോടോ അയാൾ കാഫിറായി മരിച്ചു അല്ലെങ്കിൽ കാഫിറാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും സഹോദരങ്ങളെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ ലിയബുലുവക്കും ഫീമ ആത്താക്കും, നിങ്ങൾക്ക് തന്നതിലാണ് നിങ്ങൾക്ക് പരീക്ഷണം. തിൽക്ക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലൈക്കും മാ കസബ്തും, അത് മുൻകാലത്ത് കഴിഞ്ഞു പോയ ഒരു സമുദായമാണ്. അവർ നേടിയതുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതുണ്ട് അള്ളാഹു ഖുർആനിൽ പറയല്ലേ. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് ഫിറഔൻ വന്നു, ഫമാ വാലുൽ ഖുറൂനിൽ ഊല മൂസ യാ മൂസ, മുൻകാലത്ത് ജനിച്ച് പോയ കൗമിൻ്റെ അവസ്ഥ എന്താ മൂസ? അപ്പോൾ മൂസാ നബി എന്താ പറഞ്ഞത്? കാല ഇൽമു ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളിലു റബ്ബി വലാ യൻസ, അവരെക്കുറിച്ചുള്ള ഇത് കാര്യങ്ങൾ റബ്ബിൻ്റെ അടുത്ത് ഒരു കിതാബിലുണ്ട്. ലാ യളിലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിന് തെറ്റുപറ്റില്ല, മറക്കൂല. അപ്പോൾ ഇബ്നു ജറീർ ഹൈതമിക്ക് അങ്ങനെ ഒരു വാദം ആ കിതാബിൽ അദ്ദേഹം എഴുതി വെച്ചു. എങ്കിൽ പോലും അതിന് ശേഷം വന്ന കിതാബുകൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ അഹ്ലുസുന്നയുടെ മനഹജ് പറഞ്ഞ ഒരാളായതുകൊണ്ടും കുറേ കാലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ഒരാളായതുകൊണ്ടും നജിദിലെ ഉലമാക്കളൊന്നും ആരും അദ്ദേഹം വ്യക്തിപരമായി കാഫിർ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല. കാരണം അയാൾ മാറിയിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലാഹു അലം. ഇനി അദ്ദേഹത്തെക്കുറിച്ച് ചില കിതാബുകളൊക്കെ വന്നത് നമുക്ക് നോക്കാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ എഴുതിയത്. ഇപ്പോൾ ഷെയ്ഖ് സ്വാലിഹ് ആലി ഷെയ്ഖിൻ്റെ ഒരു കിതാബുണ്ട്. അതിൽ കാണാം, നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കും. അതിൻ്റെ 195 പേജിൽ കാണാം. ഫമിൻഹ മൻ ഖാല ഇബ്നു ഹജർ അൽ ഹൈതമി ഫി ശർഹിൽ അർബഈൻ ഖാല മൻ ദഅ ഗൈറല്ലാഹ് ഫഹുവ കാഫിറുൻ. ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിൻ്റെ ശർഹുൽ അർബഈൻ എന്ന കിതാബിൽ കൊടുത്തിട്ടുണ്ട്. ആര്? ഇബ്നു ഹജർ അൽ ഹൈതമി. മൻ ദഅ ഗൈറല്ലാഹ് ഫഹുവ കാഫിർ, ആരാണോ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത് അവൻ കാഫിറാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റസൂലിനെ വിളിച്ചതൊക്കെ അതിൽ പെടൂലേ? ഇത് ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞ. ഇബ്നു ഹജർ ഹൈതമിയുടെ വാദമാണ് എന്താ? ആരാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്നത് അവൻ കാഫിറാണ്. അപ്പോൾ ഇനി അടുത്ത് നോക്കാം. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു കിതാബ് കൊടുത്തിട്ടുണ്ട്. വഖാല ഇബ്നു ഹജർ ഫീ ശർഹിൽ അർബഈൻ അലാ ഹദീസ് ഇബ്നു അബ്ബാസ് ഇദാ സഅൽത ഫസ്അലില്ലാഹ് മാ മഅന അന്ന മൻ ദഅ ഗൈറല്ലാഹ് ഫഹുവ കാഫിർ വസനഫ ഫീ ഹാദാ അന്നഹു കിതാബുൽ മുസ്തഖിൽ സമ്മാഉ ഇലാം ബി വഖാത്തിൽ ഇസ്ലാം. അത് ഇതേ സംഭവം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചു. വഖാല ഇബ്നു ഹജർ ഫീ ശർഹിൽ അർബഈൻ, ശർഹുൽ അർബഈൻ എന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കിതാബുകളിലും അദ്ദേഹം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ധാരാളം കിതാബുകൾ കാണാം, എല്ലാം നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുകൊണ്ടായിരിക്കാം. ഇനി ഷെയ്ഖ് അബ്ദുൽ അസീസ് റാജി ഇന്ന് സൗദിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാപണ്ഡിതന്മാരിലാണ്. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് എഴുതി കൊടുത്ത് കാല ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുണ്ട് ഫീ കിതാബിൽ സവാജിർ, കിതാബ് സവാജിർ എന്ന് പറഞ്ഞ കിതാബുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് ഫിഖിൻ്റെ കിതാബാണ്. അതിൽ എഴുതിയിട്ടുണ്ട് ഇന്ന മൻ അശ്റക ഫി ഇബാദത്തില്ലാഹി ഗൈറഹു അന്നഹു യക്ഫുറു ബിൽ ഇജ്മാ വയുക്തൽ ഇൻ അസറ അലാ സാലിക. ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞ കാര്യമാണ്.
ആരാണോ അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ ഷിർക്ക് ചെയ്തത്, മറ്റൊരാളെ വെച്ചുകൊണ്ട് പങ്ക് ചേർത്തുകൊണ്ട് ഷിർക്ക് ചെയ്തത്, അന്നഹു യക്ഫുർ ബിൽ ഇജ്മാ, അയാൾ കുഫർ ചെയ്തിരിക്കുന്നു എന്ന കാര്യം ഇജ്മാ ആണ്. വയുക്തലു ഇൻ അസർ അലാ സാലിക, ആ ആള് ആ ഷിർക്കിൽ ഉറച്ചു നിന്നാൽ അയാൾ വധിക്കപ്പെടേണ്ടതാണ്. ഇതാരാ പറഞ്ഞത്? ഇബ്നു ഹജർ അൽ ഹൈതമി. എന്നിട്ട് വീണ്ടും പറഞ്ഞു നോക്കുക, ഖദ്വാ അൽ അംവാത്, എങ്ങനെ മരിച്ചവരോടുള്ള വിളി പോലെ, അല്ലെങ്കിൽ മരിച്ചവരോടുള്ള തേട്ടം പോലെ. ഖദ്വാ അൽ അംവാത് ലിജലബി ഖൈരി ഔ ദഫഇ ദർ, ഗുണം കിട്ടാനോ അല്ലെങ്കിൽ ദോഷം മാറ്റാനോ വേണ്ടി മയ്യത്തിനെ വിളിച്ച് തേടുക, മയ്യത്തിനോട് വിളിക്കുക, ഇതെല്ലാം ഇഷ്റാഖാണ്, ഷിർക്കാണ്. അങ്ങനെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അതിൽ ഉറച്ചിക്കണം, അവരെ കൊല്ലണം, വധിക്കണം എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കിതാബ് സവാജിർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി ഒരു കിതാബിൽ അങ്ങനെ എഴുതി. പക്ഷെ വേറെ വന്ന മറ്റ് കിതാബുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മനഹജ് എഴുതിയത് കൊണ്ട് ശേഷം വന്ന 100-200 വർഷങ്ങൾക്കും ശേഷം വന്ന പണ്ഡിതന്മാർക്കൊന്നും അയാൾ ഉറപ്പിച്ച് കാഫിറാണ് എന്ന് പറയാനുള്ളൊരു തെളിവില്ല. ഒരു കിതാബിൽ അങ്ങനെ കണ്ടു, അയാൾ എങ്ങനെയാണ് പിൽക്കാലത്ത് ജീവിച്ചത്, മരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഒന്നും അറിയില്ല. അപ്പോൾ എന്നാൽ ഈ എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് കാര്യമാണ്, റസൂലിനോട് ഷഫാഅത്ത് ചോദിച്ചാൽ അത് ശിർക്കാണ്, അങ്ങനെയുള്ള ആളുകൾ മുശ്രിക്കാണ് എന്നും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അത് ഇബ്നു ഹജർ അൽ ഹൈതമിയെ മറ്റുള്ളവർ കുറേ കാലത്തിന് ശേഷം വന്ന ആളുകൾ കാഫിറാക്കിയില്ല, അതുകൊണ്ട് ഇവിടെ ഈ കുബൂരികളെ മുഴുവൻ കാഫിറായി മുശ്രിക്കായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ, മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കേണ്ട കാര്യമാണോ? അങ്ങനെയൊക്കെ ദീനിൽ തെളിവുണ്ടാക്കാൻ പറ്റുമോ? യാസർ ബിൻ ഹംസ ഇബ്നു ഹജർ അൽ ഹൈതമിയോട് മറ്റു മുസ്ലിങ്ങൾ എടുത്ത സമീപനം എന്താണോ അതാണോ അള്ളാഹുവിൻ്റെ ദീനിൽ പ്രമാണം? അള്ളാഹുവിൻ്റെ ദീനിൽ പ്രമാണം ഖുർആൻ ആയത്തല്ലേ. ഹക്കും ബാത്തിലും അള്ളാഹു വേർതിരിക്കുന്നത് ഖുർആനിലെ ആയത്ത് വെച്ചിട്ടല്ലേ. ഇബ്നു ഹജർ അൽ ഹൈതമിയോട് മറ്റുള്ളവർ എന്ത് നിലപാടെടുത്തു എന്ന് നോക്കിയിട്ടാണോ നമ്മൾ നിലപാടെടുക്കേണ്ടത്? എവിടെ നിന്ന് വന്നതാണ് ചങ്ങാതി ഇയാളൊക്കെ? കുബൂരികളെക്കാളും കഷ്ടമാണ് ഇവൻ്റെയൊക്കെ വായിന്ന് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി ഇവൻ വേറൊരാളെ പറഞ്ഞു, ബക്കറി ഇബ്നു ബക്രി എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ കാലത്ത്. ഇയാളും ഇസ്തിഗാസവാദിയായിരുന്നു. അയാളും അയാളെ പോലെ കുറച്ച് ആളുകളൊന്നും ഉണ്ടായിരുന്നു, ഓരും ഇസ്തിഗാസ വാദിച്ച ആളുകളാണ്. അപ്പോൾ അവരെ ഇബ്നു തൈമിയെ കാഫിറാക്കിയിട്ടില്ല എന്നാണ് ഈ മണ്ടം പറയുന്നത്. എവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരാൻ? ഈ ഇന്റർനെറ്റിൽ എന്തൊക്കെ തപ്പിക്കൊണ്ടാണ്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. കിതാബുൽ ഇസ്തിഗാസ ഫി റദ്ദിൽ ബഖരി, ഇത് ഇബ്നു തൈമിയയുടെ കിതാബാണ്. അന്ന് ഇവരുടെ ഇസ്തിഗാസവാദം അതിനെതിരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സംസാരിച്ചപ്പോൾ ഇബ്നു ബക്കറിയും കൂട്ടരും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും കൂട്ടരെയും കാഫിറുകളൊക്കെ ആക്കി തക്ഫീർ ചെയ്തു. അപ്പോൾ ഇബ്നു തൈമിയ ഈ ബക്കറിക്കും കൂട്ടർക്കും എതിരായിട്ട് റദ്ദിറക്കി. അവരുടെ വാദത്തിന് എതിരായിട്ട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുതി കൊടുത്ത് ജനങ്ങൾക്ക് ബോധ്യമാക്കി കൊടുത്തു എന്തുകൊണ്ട് ഇവരുടെ വാദം ഷിർക്കാണ്, കുഫറാണ്, എന്തുകൊണ്ട് ഇവർ കാഫിറുകളാണ്. അങ്ങനെയാണ് ആ കിതാബിൽ ഇത് അവരുടെ ഇബ്നു ബക്കറിക്കും അതുപോലെ ആ വാദമുള്ള ആളുകൾക്കും റദ്ദായിക്കൊണ്ട് എഴുതിയാണ്. അതിൽ പേരെടുത്ത് ഇബ്നു ബക്കറി കാഫിറാണ് ട്ടാ, ഇബ്നു ബക്കറി കാഫിറാണ് ട്ടാ, ഇബ്നു ബക്കറി കാഫിറാണ് ട്ടാ എന്ന് എഴുതിയിട്ടില്ല. അദ്ദേഹം ശരീഅത്തോടുകൂടി ശരീഅത്തിൽ നിന്ന് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇബ്നു ബക്കറിയും കൂട്ടരും കാഫിറുകളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു തെളിവ് നോക്കാം. അപ്പോൾ ഇബ്നു ബക്കറിയെയും കൂട്ടരെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കാഫിർ ആക്കിയിട്ടില്ല, മുസ്ലിമായിട്ട് അംഗീകരിച്ചു എന്നാണ് യാസറിൻ്റെ വാദം കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കിതാബുൽ ഇസ്തിഗാസ ഫി റദ്ദിൽ ബക്കരി എന്നുള്ളത് 248 പേജിൽ നോക്കുക. അവിടെ അദ്ദേഹം എഴുതിയത് നോക്കുക. ഞാൻ ആ ചോപ്പിട്ട് മാത്രം വായിക്കുന്നുള്ളൂ. അല്ലദീനഹും അഫ്ളൽ, ഇത് ഇബ്നു ബക്കറിയെയും കൂട്ടരെയും കുറിച്ച് ഇബ്നു തൈമിയ പറയാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വീണ്ടും തപ്പി നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, നേരമില്ല. അല്ലദീന ആരാകുന്നു? ഇബ്നു ബക്കറിയും കൂട്ടരെ കുറിച്ച് പറയുന്നത്. ഹും അഫ്ളലു മിൻ അംബിയാ, അതായത് ഇബ്നു ബക്കറിയും കൂട്ടരും ഔലിയാക്കളായി സ്വീകരിച്ച ആളുകളെ കുറിച്ച് പറയുന്നത്. അല്ലദീന ഹും അഫ്ളലു മിനൽ അംബിയാ വൽ മുർസലീന ഇൻദ അസ്ഹാബിഹിം ഹൗലായിൽ കുഫാർ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇബ്നു ബക്കറിയും കൂട്ടരും കുറച്ച് ഔലിയാക്കളെ, നമ്മുടെ നാട്ടിലെ ഈ കുബൂരികൾ കൊണ്ടുനടക്കുന്ന പോലെ കുറച്ച് ഔലിയാക്കളൊക്കെ ഉണ്ട്. ഈ വലിയ വിളിച്ചു തേടുന്ന ഇസ്തിഗാസ ചെയ്യുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് പറയുന്നത്. അവർ അഫ്ളലു മിനൽ അംബിയാ വൽ മുർസലീന ഇൻദ അസ്ഹാബിഹിം ഹൗലായിൽ കുഫാർ. ഈ കാഫിറുകളായ, ശ്രദ്ധിക്കണം, ഇബ്നു തൈമിയ പറയാണ്, ഇബ്നു ബക്കറിയെയും കൂട്ടരെയും കുറിച്ചാണ് പറയുന്നത്. ഹൗലായിൽ കുഫാർ, ഈ കാഫിറുകളായ പിന്നെ ഈ ആളുകളുടെ അടുത്ത് അംബിയാക്കളെക്കാളും മുർസലീക്കളെക്കാളും പിന്നെ മാഹാത്മ്യമുള്ള ആളുകൾ. ആരെക്കുറിച്ച്? ഔലിയാക്കളെ കുറിച്ച്. കാരണം ഇതങ്ങനത്തെ നമ്മുടെ നാട്ടിൽ കുറേ അങ്ങനെ അമ്പിയാക്കളെക്കാളും മുസ്ലിങ്ങളെക്കാളും ഔലിയാക്കൾക്ക് സ്ഥാനം കൊടുത്ത കുറേ ആളുകളില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രപഞ്ചം നിയന്ത്രിക്കുന്നില്ല, ഇതൊന്നുമില്ല, പക്ഷേ സിയം മടവൂരുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥ എന്താ മനസ്സിലായ? അപ്പോൾ അങ്ങനെ റദ്ദു അല്ലദീനഹും അക്ഫറു മിനൽ യഹൂദ് വന്നസാറ. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടോ സഹോദരങ്ങളെ, ഇബ്നു തൈമിയ പറയാണ് ഈ ആളുകളെ കുറിച്ച്, ബക്കറിയെയും അതിൻ്റെ കൂട്ടരെയും കുറിച്ച് പറയാണ്. അല്ലദീന ഹും അക്ഫർ മിനൽ യഹൂദ് വന്നസാറ. ഈ ആളുകൾ ഇബ്നു ബക്കറിയും കൂട്ടരും
യഹൂദ നസാറകളെക്കാളും വലിയ കാഫിറുകളാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഈ ബക്കരിയെയും കൂട്ടരെയും ഇബ്നു തൈമിയ തക്ഫീർ ചെയ്തിട്ടുണ്ട്. ഹാ ഉലായിൽ കുഫാർ, ഈ കാഫിറുകൾ ഈ ജൂത ക്രിസ്ത്യാനികളെക്കാളും വലിയ കാഫിറുകളായ ഈ കാഫിറുകൾ എന്ന് അതേ കിതാബിൽ ബക്കരിയെയും കൂട്ടരെയും ഉദ്ധരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അത് തക്ഫീറാണ്, കാഫിറാക്കലാണ്. യാസറിന് അറിയില്ല എന്നുണ്ടെങ്കിൽ യാസർ അത് പോയി പഠിക്കട്ടെ. ഇനി അതേ കിതാബിൽ വേറെ സ്ഥലത്തെ പറഞ്ഞു 222 പേജിൽ അറുളത്തിൽ ഹാജത്തൽ ഇനി മയ്യത്തിൽ, ഈ മയ്യത്തിനോട് ഇവരെ തേടേണ്ട കാര്യം പറയണേ. എന്നിട്ട് പറഞ്ഞു യാ സയ്യിദി ഫുലാൻ അനഫി ഹസ്ബിക, മയ്യത്തിനോട് തേടട്ടാ. ലി മയ്യത്തിൻ യാ സയ്യിദി, എൻ്റെ സയ്യിദെ ഫുലാൻ, ഞാൻ നിന്നതിൽ ആവശ്യക്കാരാണ്. ഔകാൽ ഹാജത്തി, എൻ്റെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു തരണമേ. കമാ യഖൂലു ബഅദു ഹുലായിൽ മുശ്രിക്കീൻ ലിമൻ യദ്ഊനഹും മിനൽ മൗത വൽ ഗായിബീൻ. കമാ യഖൂലു, എങ്ങനെ ഇവർ പറയുന്ന പോലെ, ആര് ബഅദു ഹഉലായിൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകൾ പറയുന്ന പോലെ, ഈ ചില മുശ്രിക്കുകൾ പറയുന്ന പോലെ, ലിമൻ യദ്ഊനഹും മിനൽ മൗത വൽ ഗായിബീൻ, മരിച്ചവരും ഗായിബീങ്ങളുമായ അവർ വിളിച്ചു തേടപ്പെടുന്ന ഈ മുശ്രിക്കുകൾ വിളിച്ചു തേടപ്പെടുന്ന എന്ന് പറഞ്ഞിട്ട് ഇബ്നു തൈമിയ പറയണ ആരെക്കുറിച്ചാണ് പറയുന്നത്? ബക്കരിയെയും കൂട്ടരെയും കുറിച്ച് മുശ്രിക്കുകൾ എന്നാണ് പറഞ്ഞത്. പോരെ ഇവിടെ കാന്തപുരത്തിന് ഒരാൾ റദ്ദെതിരെ കാന്തപുരത്തിനെ പോലുള്ള കാഫിറുകൾ, ഈ കൂട്ടർ കാഫിറുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വ്യക്തിപരമായി തക്ഫീറാക്കലല്ലേ? അതിന് പിന്നെ വേറെ ഒന്ന് പേരെടുത്ത് ഇങ്ങനെ കാഫിറാണ് എഴുതേണ്ട ആവശ്യമുണ്ടോ യാസറെ? ഇനി വീണ്ടും നോക്കുക 350 പേജിൽ ഫഹാസ് അൽ കൗൽ ലദി യഖൂലു ഹാദാ ഹുവ മുതാബിഖു ലിഅഹ്വാലി ഹൗലൽ മുശ്രിക്കീൻ അല്ലാലിൻ ലാകിൻ ഹാദാ ലൈസ യഖൂലു മുസ്ലിം വലാ ആകിലു യതസവ്വറു മാ യഖൂൽ ബൽ ഹുവ മൻ ജിൻസി ഖൗലിൻ നസാറ. അപ്പോൾ ഇവിടെയും അദ്ദേഹം ഇബ്നു ബക്കറിയും കൂട്ടരെയും മുശ്രിക്കീൻ എന്നാണ് പറയുന്നത്, മുശ്രിക്കുകൾ എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇത് അദ്ദേഹം ഇബ്നു തൈമിയ അവരെ കാഫിറുകളും മുശ്രിക്കുകളും ആക്കിയതാണ്. ഇബ്നു തൈമിയ ഈ ബക്കറിയും കൂട്ടരെയും മുശ്രിക്കുകളും കാഫിറുകളും ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. യഹൂദ നസാറാക്കളേക്കും വലിയ കാഫിറുകളായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്ന് ഞാൻ അതേ കിതാബിൽ നിന്നാണ് ഇവിടെ വായിച്ചത്. അതാണ് നിങ്ങൾ നേരത്തെ കണ്ട 248 പേജിൽ. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഈ ആസറിനെ പോലുള്ള ആളുകൾക്ക് ഇബ്നു തൈമിയ ഈ ബക്കരി എന്ന് പറഞ്ഞ ആളെ മുസ്ലിമായി അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റുക, കാഫിറാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റുക? ഇബ്നു തൈമിയ അവർ വലിയൊരു കിതാബ് എഴുതി വെക്കണം. എന്ത്, നമ്മൾ ഇമ്പോസിഷൻ പണ്ട് സ്കൂളിൽ ഇമ്പോസിഷൻ ചെയ്ത പോലെ ബക്കരി കാഫിറാണ്, സുബിക്ക് കാഫിറാണ് ഇങ്ങനെ എഴുതി വെക്കണം. അതിൻ്റെ ആവശ്യമില്ല. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ നിന്ന് തെളിവെടുത്തുകൊണ്ട് ഇത് കുഫ്റാണ്, ഇത്തരം ആളുകൾ കാഫിറുകളാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ജനങ്ങൾക്കത് മനസ്സിലാവും. അള്ളാഹു അക്കലിൽ തന്ന ആളുകൾക്കത് മനസ്സിലാവും. പോരാത്തിന് ഇത്തരം കിതാബുകൾ ഇത്തരം ആളുകൾ കുഫാറുകളാണെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒരാളെ പേരെടുത്ത് എഴുതി വെച്ചിട്ട് അയാളെങ്ങാനും ഇത് കിതാബ് എഴുതിയതിനു ശേഷം പേരെടുത്ത് കിതാബ് എഴുതിയതിനു ശേഷം അയാൾ മുസ്ലിമായാലോ? അപ്പോൾ അതൊരു ഹിക്മത്തിൽപ്പെട്ട സംഭവമല്ല. അപ്പോൾ നിങ്ങളൊരു കുബൂരിക്ക് റദ്ദ് കൊടുക്കണമെങ്കിൽ തന്നെ അലവി സഖാഫി ഉണ്ട്, കാന്തപുരത്തിൻ്റെ ആളാണ്. അലവി സഖാഫി കാഫിറാണെന്ന് പറഞ്ഞ ഒരാൾ കിതാബ് എഴുതിയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അലവി സഖാഫിയാണ് മുസ്ലിമായി. അപ്പോൾ പിന്നെ മുസ്ലിമായ അലവി സഖാഫി കാഫിറാണെന്ന് എഴുതിയ പോലെ ഇല്ല. അപ്പോൾ അതാണ് പറയുന്നത്, പേരെടുത്ത് ഒരാളെ കാഫിറാണ് എന്ന് എഴുതിക്കൊണ്ട് കിതാബ് എഴുതില്ല, ഒരു ഹിക്മത്തിൽപ്പെട്ട കാര്യമില്ല. അയാൾ ആ വാദമുള്ള ആളുകൾ കാഫിറാണ്, അതുകൊണ്ട് ഇത്തരം ആളുകൾ കാഫിറുകളാണ്, അങ്ങനെ ഒരു വാദമുള്ള ആൾ കാഫിറാണ് എന്നെഴുതും. പിന്നെ വ്യക്തിപരമായി തക്ഫീർ ചെയ്ത് ആ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമുള്ള കാര്യമാണ്. അത് കിതാബിൽ അങ്ങനെ പേരെടുത്ത് എഴുതി എന്ന് നിർബന്ധമൊന്നുമില്ല. എഴുതിയത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അയാൾ മുസ്ലിമായ പോയില്ലേ? അയാൾ മുസ്ലിമായ പിന്നെ ഇപ്പോൾ കാന്തപുരം മുസ്ലിമായി ആയിരിക്കുക, കാന്തപുരം കാഫിറാണെന്ന് ഇവിടെ എഴുതി വെച്ചത്, കാന്തപുരം മുസ്ലിമായ പിന്നെ കിതാബിന് എന്ത് അവസ്ഥയുള്ളത്? അപ്പോൾ അതൊരു ഹിക്മത്തിൽപ്പെട്ട കാര്യമല്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ യാസിർ ബിൻ ഹംസ മനസ്സിലാക്കേണ്ട കാര്യം, ഇബ്നു ബക്കറിയെ ഇബ്നു തൈമിയ കാഫിറാക്കിയിട്ടുണ്ട്, സുബുക്കിയെയും കാഫിറാക്കിയിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ഹാദിയുടെ നിങ്ങൾ പറഞ്ഞ കിതാബിൽ നിന്ന് തന്നെ ഞാൻ ഇബ്നു അബ്ദുൽ ഹാദി സുബുക്കി ഖബറാരാധകനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നു. അത് തന്നെയാണ് തക്ഫീർ ചെയ്യൽ. പിന്നെ ഹൈത്തമിയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ അങ്ങനെ എഴുതിയിട്ടെങ്കിലും ബാക്കി ധാരാളം കിതാബുകളിൽ നല്ല രീതിയിൽ എഴുതിയുള്ളത് കൊണ്ടായിരിക്കാം പണ്ഡിതന്മാർ ഉറച്ച ഒരു പറയൽ ഇപ്പോൾ പറയാത്തത്. കാരണം ബാത്തിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ ധാരാളം ഹക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, അത് വ്യക്തമല്ലാത്തത് കൊണ്ട് അയാൾ പേരെടുത്ത് തക്ഫീർ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൽ തന്നെ ആരുടെ ബക്കരിയുടെ കാര്യത്തിൽ തന്നെ ഒന്നുകൂടി വായിക്കാനുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബ് റസായിൽ ഷഖ്സിയ എന്ന കിതാബിൽ കൊടുത്തത് കാണാം. ഇബ്നു തൈമിയ ബക്കരിയെയും കൂട്ടരെയും തക്ഫീർ ചെയ്തിട്ടുണ്ട് എന്ന വിഷയം അദ്ദേഹം അവിടെ എഴുതിയിട്ടുണ്ട് കാണാം. ഫസന്നഫ ഷൈഖ് കിതാബുൽ ഇസ്തിഗാസ റദ്ദൻ അലൽ ഇബ്നുൽ ബക്കരി. ഷെയ്ഖ് അതായത് ഇബ്നു തൈമിയ എഴുതി കിതാബുൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കിതാബ് എഴുതി റദ്ദൻ അലൽ ഇബ്നുൽ ബക്കരി എന്ന് പറഞ്ഞ ആൾക്ക് റദ്ദാക്കിക്കൊണ്ട് വഖറ ഫീ മസ്ഹബ് റസൂൽ വത്തിബാഹിം, മുർസലീങ്ങളുടെയും അവരെ പിൻപറ്റിയവരുടെയും മസ്ഹബ് അദ്ദേഹം എഴുതി അതിൽ ഉറപ്പിച്ചു പറഞ്ഞു. വസക്കറ അന്നൽ കുഫാർ ലം യബ്ലു ഷിർക്കും ഹാസ, അതിൽ അദ്ദേഹം പറഞ്ഞു കുഫാർ ഖുറൈശികളുടെ കുഫ്ർ
ഷിർക്ക് ഇവരുടെ ഷിർക്കിനോളം എത്തിയിട്ടില്ല. ആര്? ഇബ്നു ബക്കറയും മറ്റു ടീമും മക്കത്തുണ്ടായിരുന്ന കുഫാറുകളെക്കാളും വലിയ ഷിർക്കിലായിരുന്നു എന്നാണ് പറയുന്നത്. ബൽ സക്കറല്ലാഹു അൻഹും അന്നഹും ഇസാ മസ്സഹുൽ ദുർർ അഖ്ലസൂ വനസൂ മാ യുശ്രികൂൻ. കാരണം മക്കത്തെ മുശ്രിക്ക് അള്ളാഹു പറഞ്ഞതാണ്, അവർക്ക് ദുർറ് ബുദ്ധിമുട്ട് വന്നപ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു. അതൊക്കെ എഴുതിയിരിക്കുകയാണ്. വൽ മഖ്സൂദ്, ഇതിന് മനസ്സിലാക്കപ്പെടുന്നത് അന്നഫി സമനി ഷെയ്ഖ്, ഇബ്നു തൈമിയുടെ ഷെയ്ഖ് എന്നവിടെ ഷെയ്ഖ് എന്ന് മുഹമ്മദ് അബ്ദുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ഇബ്നു തൈമിയെ കുറിച്ചാണ്. അന്നഫി സമനി ഷെയ്ഖ്, ഇബ്നു തൈമിയുടെ കാലത്തുണ്ടായിരുന്നു മിമ്മൻ യദ്അൽ ഇൽമു വൽ തസ്നീഫ്, ഇൽമുണ്ടെന്നും കിതാബുകളുണ്ടെന്നും വാദിച്ച ആളുകൾ, മൻ അൻകറ തൗഹീദ്, പക്ഷെ അവർ തൗഹീദിനെ വെറുത്തവരും നിഷേധിച്ചവരുമായിരുന്നു. ഇബ്നു തൈമിയുടെ കാലത്ത് ഇൽമും കിതാബുകളൊക്കെ ഉണ്ടെന്ന് വാദിച്ച ആളുകൾ അവരിൽ തൗഹീദിനെ നിഷേധിച്ചവരുണ്ടായിരുന്നു. വജഅലഹു സബ്ബൽ അൻബിയാ വൽ ഔലിയാ, അതിനെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും ചീത്ത പറയലാക്കി, അതായത് തൗഹീദിന് അമ്പിയാക്കളെയും ഔലിയാക്കളെയും ചീത്ത പറയലാക്കി മാറ്റിയ ആളുകൾ ഉണ്ടായിരുന്നു. വകഫറ മൻ സഹബ ഇലൈഹി, വക്കഫറ എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തക്ഫീർ ചെയ്തു, കാഫിറുകളാക്കി മൻ സഹബ ഇലൈഹി, ആ റൂട്ടിലോട്ട് പോയ ആളുകളെ, അത് സ്വീകരിച്ച ആളുകളെ. ആരാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കാലത്ത് ഈ ബാധ ഉണ്ടായിരുന്നത്? ഇബ്നു ബക്കറിക്കാണ്. ഇബ്നു ബക്കറിയാണ് അന്നുണ്ടായിരുന്ന മെയിൻ ആള്. പിന്നെ സുബുക്കിയാണ്. അപ്പം അന്ന് കിതാബും ഇൽമും വാദിച്ച സുബുക്കിയെ പോലും ബക്കറിയെ പോലുള്ള ആളുകളൊക്കെ ഇബ്നു തൈമിയ തക്ഫീർ ചെയ്ത് കാഫിറുകളാക്കിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കിതാബിലാണ് പറയുന്നത്. പിന്നെ യാസറെ, ഏത് യാസറ്? ഇവിടെ മുഹമ്മദ് അബ്ദുൽ വഹാബാണോ വലുത്, അതോ യാസറാണോ വലുത്? അപ്പൊ യാസർ പച്ചക്കള്ളം പറയണേ സഹോദരങ്ങളെ. ഇതൊന്നും കിതാബിൽ അങ്ങനെ അല്ല ഉള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിത് സംസാരിക്കുന്നത് യാസർ കള്ളം പറഞ്ഞവനാണ്, യാസർ ഈ ഉലമാക്കളുടെ പേരിലൊക്കെ കള്ളം ചമച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇത് യാസറിനുള്ള റദ്ദല്ല. പിന്നെ യാസർ പറഞ്ഞത് മുഖ്താർ ബിൻ അബി ഉബൈദയുടെ ബാക്കിൽ സ്വഹാബികൾ നമസ്കരിച്ചിരുന്നു പറയും. മുഖ്താർ ബിൻ അബി ഉബൈദ മുശ്രിക്കായിരുന്നോ? യാസർ ബിൻ ഹംസ, മുഖ്താർ ബിൻ ഉബൈദ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുശ്രിക്കായിരുന്നോ? ഇങ്ങനെ ഈ മുശ്രിക്കുകളെ പോലുള്ള ഷിർക്ക് കുഫർ പ്രചരിപ്പിച്ച ആളായിരുന്നോ? വല്ലാഹു അലം. അങ്ങനെയല്ല ഇബ്നു തൈമിയുടെ കിതാബിലും കൂടുതൽ. ഇബ്നു തൈമിയുടെ കിതാബിൽ നമുക്ക് കാണാം, കിതാബ് മുജ്മുൽ ഫത്താവിൽ കാണാം, അതിൽ അസ്സലാത്ത് ഫി സ്വലാത്ത് ഫസ്ൽ ഫി സ്വലാത്ത് ഖൽഫ അലിൽ അഹ്വ വൽ ബിദ്അ വൽ ഫുജൂർ. ഇബ്നു തൈമിയ നമസ്കാരം ബിദഈകളുടെ ബാക്കിലും മോശക്കാരുടെ അഹ്ലിൽ ഫുജൂർ എന്ന് പറഞ്ഞാൽ തെമ്മാടികളുടെയും ബിദഈകളുടെയും ബാക്കിലുള്ള അഹ്ലിൽ ഹവയുടെയും തെമ്മാടികളുടെയും പുറകിലുള്ള നമസ്കാരം, ബിദഅത്തിന്റെ ആളുകളൊക്കെ പുറകിലുള്ള നമസ്കാരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവിടെ കാണാം ഫൈസാലം യുംകിനു മനോൽ മുദ്ഹിറിൽ ബിദഅത്തി വൽ ഫുജൂറി ഇല്ലാ ബിദറരി ദായിനി അലാ ദറരി ഇമാമത്തി ലം യജുസ് സാലിക ബൽ യുസല്ല ഖൽഫു മാ ലാ യുംകിനു ഫിഅലുഹ ഇല്ലാ ഖൽഫു കൽ ജുംഹി വൽ അയാദ് വൽ ജമാഅ. അപ്പോൾ ബിദഅത്തിന്റെ ഇങ്ങനത്തെ ഫുജൂറിന്റെ ആൾക്കാർ, തെമ്മാടികളും ബിദഅത്തുകാരും ഹവയുടെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വേറെ നല്ലൊരു മുസ്ലിമിന്റെ അലി സുന്നയുടെ ബാക്കിൽ നിസ്കരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ പുറകിൽ ജമാഅത്തും ജുമയും ജമാഅത്തും ഇതൊക്കെ നമസ്കരിക്കാന്ന് അദ്ദേഹം പറയുന്നത്. ഇദാ ലം യകുൻ ഹുനാക ഇമാമുൻ ഖൈറുഹു, അയാളല്ലാതെ വേറെ ഇമാമും ഇല്ല എങ്കിൽ വലിഹാദ കാന സ്വഹാബത്തു യുസല്ലൂന ഖൽഫൽ ഹജ്ജാജ് വൽ മുഖ്താർ ബിൻ അബി ഉബൈദ, അതുകൊണ്ടാണ് സ്വഹാബാക്കളെ യുസല്ലൂന ഖൽഫൽ ഹജ്ജാജിന്റെ പുറകിലും വൽ മുഖ്താർ ബിൻ അബി ഉബൈദ, മുഖ്താർ ബിൻ അബി ഉബൈദയുടെ പുറകിൽ നമസ്കരിച്ചിരുന്നു. സഖഫി, മുഖ്താർ ബിൻ അബി ഉബൈദ സഖഫി, ഇവരുടെ പുറകിലൊക്കെ സ്വഹാബാക്കൾ നമസ്കരിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? അവരെ അഹ്ലിൽ ഫുജൂർ ബിദ്അത്ത് അഹ്ലിൽ അഹ്വയായിട്ട് കണ്ടുള്ളൂ, മുശ്രിക്കുകളായിട്ട് കണ്ടിട്ടില്ല. മനസ്സിലായ? അപ്പോൾ അദ്ദേഹം മുഖ്താർ ബിൻ ഉബൈദ പിന്നെ ശേഷകാലങ്ങളിൽ കുഫ്ർ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്കറിയില്ല. സ്വഹാബാക്കൾ നമസ്കരിച്ചപ്പോൾ അവരെ ബിദ്അത്തുകാരും അഹ്ലിൽ ഹവയുടെ ആളുകളും തെമ്മാടികളുമായിട്ടാണ് കണ്ടത്, അല്ലാതെ മുശ്രിക്കുകളായിട്ട് കണ്ടിട്ടില്ല എന്ന് ഇബ്നു തൈമിയുടെ കിതാബിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇബ്നു തൈമിയുടെ കിതാബിൽ നിന്നാണല്ലോ ഇയാൾക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇബ്നു തൈമിയ മുഖ്താർ ബിൻ ഉബൈദ ഷിർക്കിലുണ്ടായിരുന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല, സ്വഹാബാക്കളും പറഞ്ഞിട്ടില്ല. അവരെ ബിദ്അത്തിന്റെ ആളുകളായി അഹ്ലിൽ ഫുജൂറായി തെമ്മാടികളായി കണ്ടിരുന്നു. തെമ്മാടികളുടെയും അഹ്ലിൽ ഫുജൂറിന്റെയും അഹ്ലിൽ ബിദ്അയുടെ പുറകിൽ നമസ്കരിക്കാം. അതാണ് അഹ്ലു സുന്നയുടെ വാദം. ഏറ്റവും നല്ലത് നല്ല ആളുകളായ സുന്നികളുടെ പുറകിൽ നമസ്കരിക്കുകയാണ്, അഹ്ലു സുന്നയുടെ പുറകിൽ നമസ്കരിക്കുകയാണ്. ഇല്ലെങ്കിൽ ബിദഈകളുടെ പുറകിലും നമസ്കരിക്കാം എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇമാം ഇബ്നു തൈമിയ ഇത് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ മുശ്രിക്കിന്റെ പുറകിൽ നമസ്കരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മുശ്രിക്കിനെ ഇബ്നു തൈമിയ മുസ്ലിം ആക്കിയിട്ടുമില്ല. ഹാദാ വല്ലാഹു അലം. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ യാസിറിന് റദ്ദ് കൊടുത്തതല്ല. യാസിർ പറഞ്ഞതെല്ലാം കള്ളം കെട്ടിച്ചമച്ചതാണ്, കോട്ടി മാറ്റിയതാണ്, ദുർവ്യാഖ്യാനിച്ചതാണ്. ഇമാമുകൾ വേറെ പലതും പറഞ്ഞിട്ടുണ്ട്. അയാൾ കുബൂരികളെ മുസ്ലിമാക്കാൻ വേണ്ടി ഇമാമുകളുടെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം അതേ കിതാബുകളിൽ നിന്നും അതേ ഉലമാക്കളുടെ മറ്റ് കിതാബുകളിൽ നിന്നും വായിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ നിന്ന് ഫായദ എടുക്കാൻ
പറ്റുന്നവരെടുക്കട്ടെ. അള്ളാഹു എല്ലാവരെയും ഹക്കിൽ നിലനിർത്തട്ടെ. തൗഹീദിന് വേണ്ടി സംസാരിക്കുക, ഷിർക്കിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുക, അങ്ങനെ തൗഹീദ് ശരിയാക്കുക. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രയത്നിക്കുക. വകലിമത്തുല്ലാഹി അൽ ഉലിയ, അള്ളാഹുവിൻ്റെ വാക്കുകൾക്കാണ് ഔന്നിത്യം, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം വസീദ് വബാരിക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.